നമസ്കാരം. ടീം അധ്യാപക കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ CM കിഡ്സ് സ്കോളർഷിപ്പ് LP വിഭാഗം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കുള്ള പഠന വേദിയാണ് ജാലകം എന്ന പേരിൽ നടത്തപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ പാഠഭാഗങ്ങളുടെയും ഷോർട്ട് നോട്ടുകൾ, അതുപോലെ ഡെയിലി കുട്ടികൾക്ക് അവർ പഠിച്ച ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നതിനുള്ള സഹായങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു കൂട്ടം പൊതുവിദ്യാലയങ്ങളിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരുടെ ഒരു ടീം വർക്കിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. കുട്ടികൾക്ക് ഇത് സൗജന്യമായിട്ട് ഉപയോഗിക്കാനുള്ള അവസരവും നമ്മൾ ഒരുക്കുന്നുണ്ട്. അധ്യാപക കൂട്ടം ബ്ലോഗിൽ ഈ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. ഗൂഗിളിൽ അധ്യാപക കൂട്ടം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അധ്യാപക കൂട്ടം ബ്ലോഗിലേക്ക് ചെല്ലാവുന്നതാണ്. അവിടെ വിഭാഗങ്ങൾ എന്ന ഭാഗത്ത് വലതുവശത്തായിട്ട് സ്ക്രീനിന്റെ വലതുവശത്തെ വിഭാഗങ്ങളിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് CM കിഡ്സ് സ്കോളർഷിപ്പ് LP ഉണ്ടാവും, UP ഉണ്ടാവും. അതുപോലെ തന്നെ LP ഓരോ വിഷയങ്ങളുടെ തരംതിരിച്ച് തന്നെ മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് ക്ലാസ്സുകളുടെ പ്രത്യേകം ഒരു ലേബൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ പേജായിട്ട്, അതായത് ഉപയോഗിക്കുന്നവരുടെ സൗകര്യപ്രദമായിട്ട് നമ്മൾ ഒരു പേജിൽ തന്നെ ഒരേ സ്വഭാവത്തിലുള്ള മെറ്റീരിയൽസ് ഉൾക്കൊള്ളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് ലിങ്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു തവണ പേജിൽ കയറിയാൽ തന്നെ ഇതുവരെ കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളും ആ ഒരൊറ്റ പേജിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ നമ്മളുടെ ക്ലാസ്സുകളിലെ മാത്രമല്ല, നമ്മളുടെ മെറ്റീരിയൽസ് മാത്രമല്ല, മറ്റ് നമ്മളുടെ അധ്യാപകർ തയ്യാറാക്കി അയച്ചു തരുന്ന മെറ്റീരിയൽസും ബ്ലോഗിൽ ലഭ്യമാണ്. അപ്പോൾ എല്ലാം പ്രയോജനപ്പെടുത്തുക. പരമാവധി ഭംഗിയായിട്ട് വൃത്തിയായിട്ട് പരീക്ഷ എഴുതാനുള്ള ശ്രമം ഉണ്ടാകണം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഒപ്പം തന്നെ ഒരു ചെറിയ അറിയിപ്പ് കൂടി. ഇപ്പോൾ നമ്മൾ ഈ ഒരു മീറ്റ് എന്ന് പറയുന്നത് വിദ്യാവീതിയുടെ മീറ്റിലാണ് ഇരിക്കുന്നത്. വിദ്യാവീതി എന്ന് പറയുന്നത് അധ്യാപകർക്ക് കേറ്റഡ് പരിശീലനം, ഓൺലൈനായിട്ട് പരിശീലനം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എറണാകുളം ബേസ് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ധാരാളം കേറ്റഡ് വിജയികളെ മുമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഏറ്റവും കൃത്യതയോടെ സിലബസ് അനുസരിച്ച് ഏറ്റവും കേറ്ററ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായിട്ട് നൽകുന്ന വിദ്യാവീതിയുടെ CEO എന്ന് പറയുന്ന അജസ് മാഷാണ്. അജസ് മാഷിന്റെ നമ്പർ കൂടി നൽകുന്നു: 94 95 17 74 17. അപ്പോൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വിദ്യാവീതിയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് EVS ക്ലാസ് ആണ് നടക്കുന്നത്. കൊല്ലം ജില്ലയിലെ GLPS പന്മനമല സ്കൂളിലെ വഹീദ ടീച്ചറാണ് ഇന്ന് EVS ക്ലാസ് നയിക്കുന്നത്. എല്ലാ വഹീദ ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ എല്ലാ കൂട്ടുകാരെയും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. ഓക്കെ, താങ്ക് യു. തുടങ്ങാലോ സാറല്ലേ? തുടങ്ങാം ടീച്ചർ, തുടങ്ങാം. മക്കളെ, നമ്മള് LSSന് വേണ്ടി എല്ലാ പോർഷൻസും കവർ ചെയ്തു, എല്ലാം പഠിച്ച് റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്കൊരു ലക്ഷ്യം എന്ന് പറയുന്നത് LSS നേടുക എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാ പോർഷൻസും ഒന്നും കവർ ചെയ്ത് പോകാൻ സാധിക്കുകയില്ല. എങ്കിൽ പോലും അത്യാവശ്യം കാര്യങ്ങളൊന്നും നമുക്ക് ഓടിച്ചു പറയണം. അതുപോലെ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് തയ്യാറാകേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തില് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ്, കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആ ടെക്സ്റ്റ് ബുക്കിനെയും ഹാൻഡ് ബുക്കിനെയും ബേസ് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. കൃത്യമായിട്ട് ഇമോജീസും അതുപോലെ മൈക്ക് ഓണാക്കാതെയും ഒക്കെ ഇരുന്നാൽ നമുക്ക് വളരെ വേഗത്തിൽ ക്ലാസ്സും അവസാനിപ്പിക്കാം. എല്ലാവരും കൃത്യമായിട്ട് ഈ ക്ലാസ് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ. നമ്മള് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഓർഗാനിസംസുമായി ബന്ധപ്പെട്ടാണ്, ജീവികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിൽ നമ്മൾ അവിടെ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് അഡാപ്റ്റേഷൻസ് ആണ്, അതായത് അനുകൂലനങ്ങളാണ്. അപ്പൊ അനുകൂലനത്തിന്റെ ഡെഫിനേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് അനുകൂലനം? ഓരോ ജീവിക്കും അല്ലെ, ഓരോ ജീവികൾക്കും അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ പ്രത്യേകമായിട്ടുള്ള ശാരീരികമായ കഴിവുകൾ, അതിനെയാണ് നമ്മൾ EVS അനുകൂലനം എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ ആദ്യം നമ്മൾ പഠിച്ചത് മത്സ്യത്തിന്റെ അനുകൂലനമാണ്. മത്സ്യത്തിന് ഒരു ജലജീവിതത്തിന് അനുയോജ്യമായിട്ട് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടെന്നും നമ്മൾ ആ മത്സ്യത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നും കൃത്യമായിട്ട്
ടീച്ചേഴ്സ് എല്ലാം പോയിന്റ് ആയിട്ട് അതിന് നോട്ട്സുകൾ തന്നിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് ഞാൻ വിശദമാക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് അവിടെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള 1-2 കാര്യങ്ങൾ അവിടെ വരാറുണ്ട്. പലപ്പോഴും തെറ്റുകൾ വരുത്താറുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെയാണ്. അതായത് മത്സ്യത്തിന് വാൽച്ചിറകുകൾ ഉപയോഗിച്ച് വേഗത്തിൽ ദിശ മാറാൻ മത്സ്യത്തെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്സ്യം ശ്വസിക്കുന്നത് നിങ്ങൾക്കറിയാം ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ വഴിയാണ്. പിന്നെ ശകുലങ്ങൾ എന്ന് പറയുന്നത് ചെകിളപ്പൂക്കളാണ്. അതായത് മത്സ്യത്തിന്റെ ശ്വസന അവയവമാണ്. ഇതുപോലെ ശൽക്കങ്ങളുണ്ട്. ശൽക്കങ്ങൾ മത്സ്യത്തെ ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതാണ്. അത് ശത്രുക്കളുടെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ നിന്നും അവയുടെ ബോഡിയെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ശൽക്കങ്ങൾ. അപ്പൊ ഈ ശൽക്കങ്ങളും ശകുലങ്ങളും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. ഗിൽസ്, സ്കെയിൽസ് ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മത്സ്യത്തിന്റെ ശ്വസനാവയവം എന്ന് പറയുന്നത് ഗിൽസ് ആണ്, അല്ലെങ്കിൽ ശകുലങ്ങളാണ്. അതിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അതിന്റെ ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്നതാണ് സ്കെയിൽസ്. അപ്പൊ ആ സ്കെയിൽസ് എന്താണെന്നും ശൽക്കങ്ങൾ എന്താണെന്നും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ മത്സ്യത്തിന്റെ ഷേപ്പ്, ആ ഒരു ബോട്ട് ലൈക്ക് ഷേപ്പാണ്. രണ്ടേറ്റവും കൂർത്ത ശരീരാകൃതി ഉള്ളത് കൊണ്ടാണ് മത്സ്യത്തിന് വേഗത്തിൽ വെള്ളത്തിലൂടെ നീന്താൻ സാധിക്കുന്നത്. പിന്നെ വെള്ളത്തിൽ ജീവിക്കുന്ന മറ്റു ജീവികളാണ് ആമ, മുതല, തവള തുടങ്ങിയ ജീവികളൊക്കെ. ഇവർക്ക് വെള്ളത്തിൽ മാത്രമല്ല ജീവിക്കാൻ കഴിയുന്നത്. നിങ്ങൾ ലിസ്റ്റ് ചെയ്തപ്പോൾ കണ്ടതാണ് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികൾ, കരയിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ജീവികൾ. ഇങ്ങനെ നിങ്ങൾ 4 രീതിയിൽ ഇതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 രീതിയിൽ ഇതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തില് നിങ്ങൾ എഴുതിയതാണ് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവികൾ എന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത കൂട്ടത്തിലുള്ളതാണ് ആമ, മുതല, തവള, പിന്നെന്താ തുടങ്ങിയ ജീവികൾ. അപ്പൊ ഈ ജീവികളൊക്കെ നമ്മൾ വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ജീവികൾക്ക് ഒരു പേരുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. ഉഭയജീവികൾ എന്ന് ഒരു പേരും പഠിപ്പിച്ചു അല്ലെ, ആംഫീബിയൻസ്. അപ്പൊ എന്താണ് ഈ ഉഭയജീവികളുടെ പ്രത്യേകതകൾ? ഉഭയജീവികൾക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ആമ, പിന്നെ അതുപോലെ മുതല തുടങ്ങിയ ജീവികൾ എല്ലാവരും തന്നെ ഉഭയജീവികളുടെ ഗണത്തിൽ പെടുത്താൻ പറ്റുന്നവയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഉഭയജീവികൾ എന്നതിന്റെ ഡെഫിനിഷൻ നമ്മൾ ഓർത്തു വെക്കുമ്പോഴും പഠിച്ചു വെക്കുമ്പോഴും പഠിക്കേണ്ടത് ഇതാണ്. എന്താണ്? വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിലും കരയിലുമായിട്ട് അതിന്റെ ജീവിത ചക്രം പൂർത്തിയാക്കുന്ന ജീവികളെയാണ് നമ്മൾ ഉഭയജീവികൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ വെള്ളത്തിലും കരയിലും ജീവിതചക്രം പൂർത്തിയാക്കുന്നു എന്ന് പറയുമ്പോൾ തവളയെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, തവള മുട്ടയിടുന്നത് ഈ നമ്മുടെ വെള്ളത്തിന്റെ മുകളിൽ പത പോലെ ഇങ്ങനെ കുനുകുനാ മുട്ടകളായിട്ട് ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടാവും. അത് തവളയുടെ മുട്ടകളാണ്. അപ്പൊ ഈ തവള മുട്ടയിടുന്നത് വെള്ളത്തിലാണ്. തവളയുടെ കുഞ്ഞുങ്ങൾ വിരിയുന്നതും വെള്ളത്തിലാണ്. ഈ കുഞ്ഞുങ്ങള് മീനിനെ പോലെ നമുക്ക് തോന്നിക്കുമെങ്കിലും വാൽമാക്രികൾ എന്നറിയപ്പെടുന്നവയായിട്ട് അവ വെള്ളത്തിൽ തന്നെ വളരുകയും പിന്നീട് അതിന്റെ രൂപാന്തരണം സംഭവിച്ച് അതിന്റെ വാലുകൾ ഇല്ലാതായി പതിയെ ചെറിയ തവളകളായി രൂപപ്പെടുകയും അവ കരയിലേക്ക് കയറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് നമ്മള് മനസ്സിലാക്കുക. ഇനി അടുത്ത നമ്മൾ ലിസ്റ്റ് ചെയ്തപ്പോൾ ആമയും മുതലയും വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവിയാണ്. പക്ഷേ ആമയും മുതലയും നമ്മൾ ഉഭയജീവികളായിട്ട് പെടുത്താൻ കഴിയില്ല. കാരണം ആമ, മുതല തുടങ്ങിയ ജീവികൾ മുട്ടയിടുന്നത് കരയിലാണ്, അവരുടെ കുഞ്ഞുങ്ങൾ വിരിയുന്നതും കരയിലാണ്. അപ്പൊ അത്തരത്തില് കരയിലും അതുപോലെ തന്നെ ജലത്തിലുമായിട്ട് ജീവിത ചക്രം പൂർത്തിയാക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണങ്ങള് തവളയെ കൂടാതെ ഉള്ളതെന്ന് പറയുന്നത് ന്യൂട്ട്, സലമാണ്ടർ തുടങ്ങിയ ജീവികളൊക്കെയും ഈ ഉഭയജീവികൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഹാബിറ്റാറ്റ് ആയിരുന്നു. അപ്പൊ അവിടെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ജീവിക്കും ഹാബിറ്റാറ്റ് ഉണ്ട് അല്ലെ, ഒരു അനുകൂലനമുണ്ട്, ഒരു അഡാപ്റ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഒരു വാസസ്ഥലമുണ്ട്, ഒരു ഹാബിറ്റ് ഉണ്ട്, ഒരു ഹാബിറ്റാറ്റും ഉണ്ട്. അപ്പൊ അത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഹാബിറ്റാറ്റ് എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ അവിടെ ഒരു ട്രീ എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാറ്റ് ആണ്. ട്രീ അല്ലെങ്കിൽ ഫോറസ്റ്റ്, വനം. അപ്പൊ ഇവിടെ നമുക്ക് ഈ വനത്തില് ജീവിക്കുന്ന ജീവികൾ, അവിടുത്തെ ജീവികൾ എന്ന് പറയുമ്പോൾ ഓർഗാനിസംസ്, മിക്ക ഓർഗാനിസംസും മരത്തെ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത മറ്റൊരു ഹാബിറ്റാറ്റിലേക്ക് വരുമ്പോഴത്തേന് വെള്ളം ഒരു ഹാബിറ്റാറ്റ് ആണ്.
അവിടെ ജീവിക്കുന്നത് ഇപ്പൊ മത്സ്യം, ഫ്രോഗ്, തവള, ആമ ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഹാബിറ്റാറ്റ് കൃത്യമായി മനസ്സിലാക്കും. പിന്നീട് അടുത്ത പോർഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ജലസസ്യങ്ങൾ. ഈ ജലസസ്യങ്ങൾ എന്ന് പറയുന്നത് ജലത്തിൽ മാത്രം വളരാൻ കഴിയുന്ന സസ്യങ്ങളാണ്. ഈ ജലത്തിൽ മാത്രം വളരാൻ കഴിയുന്ന സസ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കരയിൽ വളരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരേ ഒരു അനുകൂലനമാണ് അവയ്ക്ക്. ഒന്ന് രണ്ട് അനുകൂലനങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് അവയുടെ തണ്ടിലും ഇലകളിലുമൊക്കെ വായു അറകളുണ്ട് എന്നുള്ളത്. അതുപോലെ അവയുടെ ഇലകളുടെ അടിയിൽ മെഴുകു പോലെയുള്ള ഒരു ആവരണവും ഒരു കോട്ടിങ്, ഒരു വാക്സി കോട്ടിങ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് തന്നെ പേരുള്ളത്. വെള്ളത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവി അല്ലെങ്കിൽ സസ്യമായിട്ട് ആമ്പലിനെയും താമരയും അസോളയും അങ്ങനെ നമ്മുടെ വ്യത്യസ്തങ്ങളായ ജലത്തിൽ ജീവിക്കുന്ന ജലസസ്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ എന്താണ്, അതുപോലെ തന്നെ വാക്സി കോട്ടിംഗ് ഉണ്ട്. പിന്നെ അവയ്ക്ക് മുള്ളുകളോ മറ്റൊന്നും തന്നെ ഇല്ല. അതിന് ജലത്തെ ജലം കൃത്യമായിട്ട് അതിനെ ആഴത്തിലുള്ള ചെളിയിലാണ് അവയുടെ വേരുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. എങ്കിലും അവയുടെ തണ്ടിലും ഇലകളിലും ഒക്കെ ഉള്ള വായു അറകൾ അതിനു വേണ്ടി അവയെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡക്കിന്റെയും ഫ്രോഗിന്റെ പിന്നെ വുഡ് പെക്കർ, ടൈഗർ, ഇങ്ങനെ കുറെ ജീവികളുടെ അഡാപ്റ്റേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കോമൺലി വരുമ്പോൾ ഡക്ക്, പിന്നെ അതുപോലെ ഫ്രോഗ്, മുതല, ആമ തുടങ്ങിയ ജീവികളെയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എല്ലാത്തിന്റെയും ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്നവയാണ്. അപ്പൊ ഈ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ഇത്തരം ജീവികൾക്ക് മെയിൻ ആയിട്ട് അവയുടെ നീന്താൻ സഹായിക്കുന്ന തരത്തിലുള്ള അവയുടെ കാലുകളാണ്. അതായത് ഫീറ്റ്, വെബ്ഡ് ആയിട്ടുള്ള ഫീറ്റ് ആണ് അവയുടെ. എന്താണ്, ചർമ്മബന്ധിതമായിട്ടുള്ള വിരലുകളുണ്ട്. ആ വിരലുകൾ ഉള്ളത് കൊണ്ടാണ് അവയ്ക്ക് വെള്ളത്തിലൂടെ നീന്താനും ജലത്തിൽ അനുയോജ്യമായി താമസിക്കാനും മറ്റും കഴിയുന്നത്. ഓരോ ജീവികളുടെയും അഡാപ്റ്റേഷൻസ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടർട്ടില്, ഫ്രോഗിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഉഭയജീവിയാണ് ഫ്രോഗ്. ഈ ഫ്രോഗിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, അവ വെള്ളത്തിലായിരിക്കുമ്പോൾ ശ്വസിക്കുന്നുണ്ട്. അത് അതിന്റെ ത്വക്ക് ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. പിന്നീട് കരയിലായിരിക്കുമ്പോൾ അവയുടെ നാസാരന്ധ്രങ്ങൾ അല്ലെങ്കിൽ മൂക്ക് ഉപയോഗിച്ച് ശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ആമ എന്ന് പറയുന്ന ജീവി വെള്ളത്തിനടിയിൽ കുറേ സമയം ശ്വസിക്കാതെ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ്. കുറേ സമയം, അധിക സമയം വെള്ളത്തിനടിയിലാണ് ആമ നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആമ എന്ത് ചെയ്യും, വെള്ളത്തിന്റെ മുകളിലേക്ക് പൊന്തി വരാറുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? അവയുടെ ശ്വസനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വരികയും ചെയ്യുന്നത്. അപ്പം ആമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറെ നേരം ശ്വസിക്കാതെ വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോഴ് നമുക്ക് എക്സാമിന് ചിലപ്പം ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഒരു ഓർഗാനിസത്തിന് ഇപ്പം 4 കോളം തരുന്നു. 4 കോളത്തില് ഒന്നാമത്തെ കോളത്തിൽ ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ജീവി, പിന്നെ അതിന്റെ ഹാബിറ്റാറ്റ്, അതിന്റെ ശാരീരിക പ്രത്യേകതകള്, ഫീഡിങ് ഹാബിറ്റ്, അതായത് എന്താണ് ഭക്ഷണം, അവ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രത്യേകതകൾ, ഇത്രയും കാര്യങ്ങൾ തരുന്നു. അതിനകത്ത് ചിലപ്പോൾ നമുക്ക് പിന്നെ ഓർഗാനിസം എന്നുള്ളിടത്ത് ഫിഷ് തന്നു. അപ്പൊ അവിടെ ഫീഡിങ് ഹാബിറ്റ് നമുക്ക് ഫില്ല് ചെയ്യാനായിരിക്കും ഉള്ളത്. അത്തരത്തില് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ആ രീതിയിൽ നമുക്ക് കോളം വരച്ച് ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മള് മരുഭൂമിയിലെ ജീവികളെ കുറിച്ചാണ് പിന്നീട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുന്നപ്പോൾ പഠിച്ചത്. മരുഭൂമിയിലെ ജീവികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരാളാണ് ഒട്ടകം. ഒട്ടകത്തിന്റെ അഡാപ്റ്റേഷൻസ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഒട്ടകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാം. എന്താണ്, മെയിനായിട്ടും അവ കൂടുതൽ സമയം വെള്ളം കുടിക്കാതെ മരുഭൂമിയിൽ ജീവിക്കാറുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ മുതുകിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു മുതുകിൽ ഇങ്ങനെ ഒരു മുഴ പോലെ ഒരു ഭാഗം നമ്മൾ ഒട്ടകത്തെ കണ്ടിട്ടുള്ളവരായിരിക്കും. അപ്പോഴവിടെ ഒട്ടകത്തിന്റെ മുതുകില് ഒരു മുതുകില് അടിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ആ ഒരു കൊഴുപ്പ് ഭാഗം അതിനെ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ മരുഭൂമിയിൽ ജീവിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അവയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വിയർപ്പിന്റെ അളവ് വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ കട്ടിയുള്ള ആവരണമുണ്ട് അവയ്ക്ക്. പിന്നെ നീളമുള്ള കാലുകൾ അവയുടെ മണലിലൂടെയുള്ള നടത്തം എളുപ്പമാക്കുന്നുണ്ട്. അതുപോലെ പാഡഡ് ആയിട്ടുള്ള ഫീറ്റ്, ഒട്ടകത്തിന്റെ കുളമ്പുകൾ, അവയ്ക്ക് മണലിലൂടെ കുതിച്ച് അറിയാം. നമ്മളെ മണലിലൂടെ നടന്നാൽ നമ്മളിങ്ങനെ താന്ന് പോകും. പക്ഷെ ഒട്ടകം എന്ത് ചെയ്യും, വേഗത്തിൽ നടക്കാൻ കഴിയുന്നത് അതിന്റെ ആ ഒരു കാലിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ്.
പിന്നെ അതുപോലെ കണ്ണുകൾ 3 പാളികളുള്ള കണ്ണാണ് ഒട്ടകത്തിന് ഉള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഒട്ടകത്തെ പോലെ തന്നെ മറ്റുള്ള ഒരു ആളെ ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ പഠിക്കും കങ്കാരു റാറ്റ്. കങ്കാരു റാറ്റിനും ഇതുപോലെയാണ്, വെള്ളം കുടിക്കാതെ മരുഭൂമിയിൽ ജീവിക്കുന്ന മറ്റൊരാളാണ് കങ്കാരു റാറ്റ്. പകൽ സമയങ്ങളിൽ അവ മാളങ്ങൾ ഉണ്ടാക്കി മണ്ണിനടിയിൽ ഒളിച്ചിരിക്കും. പിന്നീട് രാത്രി കാലങ്ങളിൽ ചൂട് കുറയുന്ന സമയത്താണ് അവർ പുറത്തു വരുന്നത്. അവയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വിയർപ്പിന്റെ അളവും വളരെ കുറവാണ്. അത്തരത്തില് അതുപോലെ തന്നെ അവയ്ക്ക് കിട്ടുന്ന ഫുഡിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകമായിട്ട് അവയ്ക്ക് പൗച്ചുണ്ട്. ഇങ്ങനെ ഉള്ള പ്രത്യേകതകൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ വ്യത്യസ്തങ്ങളായ ഒരുപാട് ജീവികൾ, എല്ലാം പറയുന്നില്ല, പരുന്ത്, പിന്നെ പെൻഗ്വിന്, പോലെ ഒരുപാട് ജീവികളുടെ അഡാപ്റ്റേഷൻസ്, കൃത്യമായ ഓരോ ജീവികളുടെ അഡാപ്റ്റേഷൻസ് നിങ്ങൾ അവിടെ മനസ്സിലാക്കി തന്നെ വെച്ചിരിക്കണം. എല്ലാം ഒന്നും പറഞ്ഞു തരാനുള്ള സമയം നമുക്കില്ല. പിന്നീട് നമ്മള് ആവാസ വ്യവസ്ഥയിലേക്ക് വന്നപ്പോൾ പ്രകൃതിയാലുള്ള ആവാസ വ്യവസ്ഥയുണ്ട്. നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഒരു വിഭാഗമുണ്ട്. പ്രകൃതിയിൽ തന്നെ ഉള്ളവ. അവ ആരും ക്രിയേറ്റ് ചെയ്തതല്ല, അത് പ്രകൃതിയിൽ തന്നെ ഉള്ളവയാണ്. അതിനുദാഹരണമാണ് എന്താണ് കുറ്റിക്കാടുകള്, പിന്നെ കണ്ടൽക്കാടുകള്, കാവുകള്, വയല്, കുന്ന്, പിന്നെ എന്താണ് പോണ്ട്, സീ, മൗണ്ടെയിൻ തുടങ്ങിയവയൊക്കെ അല്ലെ. കടലും കുന്നും കാവും മലയും ഇതെല്ലാം, ധ്രുവപ്രദേശം, ഇതെല്ലാം പ്രകൃതിയാലുള്ള ആവാസ വ്യവസ്ഥകളാണ്. ഈ ആവാസ വ്യവസ്ഥകളെ കൂടാതെ മാൻമെയ്ഡ് ഹാബിറ്റാറ്റ് നമ്മൾ അവിടെ പഠിച്ചതാണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളും ഉണ്ട്. ഉദാഹരണത്തിന് ഫാം, ബിൽഡിങ്സ്, സൂ, ഡാം, ഇതൊക്കെയും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളാണ്. ചിലപ്പോൾ ഇവയെല്ലാം കൂടെ ഒരുമിച്ച് തന്നിട്ട് നമുക്ക് അവിടെ തരംതിരിച്ച് എഴുതാനായിട്ട് വരും. മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥകളും അതുപോലെ തന്നെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളും. അപ്പൊ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് പുതുതായിട്ട് നിർമ്മിച്ചെടുത്ത ആവാസ വ്യവസ്ഥകളുണ്ട്. അത് കൂടാതെ എന്താണ്, മനുഷ്യൻ യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്താതെ പ്രകൃതിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ആവാസ വ്യവസ്ഥകളുമുണ്ട്. ഈ പറഞ്ഞ രണ്ടിടത്തും ജീവികൾ വസിക്കുന്നുണ്ട്. ഈ ജീവികൾക്കെല്ലാം അതിൻ്റെതായ അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ അനുകൂലനം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മളെ ചെറിയ ആവാസ വ്യവസ്ഥയും എക്കോസിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ചെറിയ ആവാസ വ്യവസ്ഥയും വലിയ ആവാസ വ്യവസ്ഥയും, സ്മോൾ എക്കോസിസ്റ്റവും ലാർജ് എക്കോസിസ്റ്റവും. അപ്പം വനം എന്ന് പറയുന്നത് ഒരു ലാർജ് എക്കോസിസ്റ്റം ആണ്, ഒരു വലിയ ആവാസ വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ അതിന്റെ തന്നെ ചെറിയ ആവാസ വ്യവസ്ഥയാണ് മരം. മരം ഒരു ചെറിയ ആവാസ വ്യവസ്ഥയും വനം ഒരു വലിയ ആവാസ വ്യവസ്ഥയും ആണ്. ഇനി ഇത് രണ്ടും നിങ്ങൾ തരംതിരിക്കാനോ അല്ലെങ്കിൽ വേർതിരിച്ചെഴുതാനോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ എക്കോസിസ്റ്റവും ചെറിയ ആവാസ വ്യവസ്ഥയും വലിയ ആവാസ വ്യവസ്ഥയും. അതിനകത്ത് ഓർത്തിരിക്കുക, ചെറിയ ആവാസ വ്യവസ്ഥയ്ക്കകത്ത് വരുന്നതാണ് മരം, വയല്, കുളം, അരുവി, കുന്നുകള്, കാവുകള്, ഇതൊക്കെ ചെറിയ ആവാസ വ്യവസ്ഥയ്ക്കകത്ത് വരുന്നത്. വലിയ ആവാസ വ്യവസ്ഥയിലേക്ക് വരുമ്പം വനങ്ങള്, പിന്നെ പുൽമേടുകള്, മരുഭൂമി, കടല്, അങ്ങനെ പോളാർ റീജിയൻസ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നത്. പോളാർ റീജിയൻസ് എന്ന് പറഞ്ഞാൽ ധ്രുവ പ്രദേശങ്ങൾ. ഇവയെല്ലാം വലിയ ആവാസ വ്യവസ്ഥയിൽ പെടുന്നവയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് ഇന്റർ ഡിപ്പെൻഡൻസിനെ കുറിച്ചാണ്. അതായത് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ബയോട്ടിക് ജീവിയ ഘടകവും അജീവീയ ഘടകവും, ജീവനുള്ള എല്ലാ വസ്തുക്കളെയും ചേർത്താണ് നമ്മൾ ജീവിയ ഘടകം എന്ന് വിളിക്കുന്നത്. ഈ ജീവിയ ഘടകത്തില് അടുത്തതെന്ന് ജീവിയ ഘടകങ്ങൾ, ഓരോ ജീവിയ ഘടകവും അജീവീയ ഘടകത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. അജീവീയ ഘടകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും അത് പല മുൻ പരീക്ഷയ്ക്ക്, അതായത് മുൻ പാഠങ്ങളിലും ഇതേ പോർഷൻ തന്നെ ആയിരുന്നുള്ളത്. അപ്പോഴും എല്ലാ കുട്ടികളും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഈ അജീവീയ ഘടകവും ജീവിയ ഘടകവും പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ജീവിയ ഘടകവും പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ജീവിയ ഘടകവും അജീവീയ ഘടകവും പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ഇതിന് ഉദാഹരണമായിരിക്കും പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുന്നത്. ഇപ്പം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ജീവിയ ഘടകത്തെ ആശ്രയിക്കുന്ന ഒരു പ്രസ്താവന ഏത്, അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന എടുത്ത് എഴുതുക എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവിടെ പറയുന്നു പുൽച്ചാടിയെ തവള തിന്നുന്നു. ഈ പറയുന്ന പ്രസ്താവനയുണ്ട്. പിന്നെ പുൽച്ചാടി പുല്ലിൽ ജീവിക്കുന്നു.
ഇനി അടുത്തത് പുൽച്ചാടി അല്ലെങ്കിൽ മത്സ്യം ജലത്തിൽ ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ തരും. ഇവിടെ നമ്മുടെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ജീവിയ ഘടകത്തെ ആശ്രയിക്കുന്ന ശരിയായ പ്രസ്താവന. അപ്പൊ അവിടെ നമ്മൾ എഴുതേണ്ടത് ഏതാണ്? പുൽച്ചാടിയെ അല്ലെങ്കിൽ പാമ്പ് തിന്നുന്നു അല്ലെങ്കിൽ തവള തിന്നുന്നു എന്ന് പറയുന്ന, അതായത് ജീവനുള്ള ഒരു വസ്തു, അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം. ജീവനുള്ള വസ്തു തന്നെയാണോ എന്ന് നോക്കണം. ഇപ്പൊ പുൽച്ചാടിക്ക് ജീവനുണ്ട്, തവളയ്ക്ക് ജീവനുണ്ട്, പാമ്പിന് ജീവനുണ്ട്. അങ്ങനെ നിങ്ങൾ ആ ജീവനുള്ള വസ്തുക്കളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ജീവനില്ലാത്ത വസ്തുക്കൾ എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക: വായു, ജലം, മണ്ണ്, സൂര്യപ്രകാശം. ഇങ്ങനെ 4 വരുന്ന പ്രസ്താവനകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചും വരാം. അജീവീയ ഘടകവും ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന പ്രസ്താവനകളും കാണും. അപ്പോഴത് ആ പ്രസ്താവനകൾ മനസ്സിലാക്കണമെങ്കിൽ ജീവീയ ഘടകം എന്താണെന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ജീവീയ ഘടകങ്ങൾ എന്ന് പറയുന്നത് ജീവനുള്ള എല്ലാ വസ്തുക്കളെയും ചേർത്ത് നമ്മൾ ജീവീയ ഘടകം എന്ന് വിളിക്കുന്നു. അജീവീയ ഘടകം എന്ന് പറയുന്നത് ജീവനില്ലാത്ത വസ്തുക്കൾ. അത് ഈ 4 ഓർത്തിരിക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് എന്ന് പറയുന്നത് മലിനീകരണവുമായി ബന്ധപ്പെട്ട പൊല്യൂഷനാണ്. നമ്മൾ മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ വായു, മണ്ണ്, ജലം, ഈ 3 പൊല്യൂഷൻ അവിടെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുടെ ഭാഗമായിട്ടാണ്. ഒന്നാമത്തെ ഒരു പ്രത്യാഘാതം നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് തന്നെ ഉണ്ടാകുന്ന തരത്തിലുള്ള മലിനീകരണങ്ങളുണ്ട്. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് നോക്കാം. അപ്പൊ വനനശീകരണം അത് മനുഷ്യനാണ് ചെയ്യുന്നത്. എല്ലാം മറ്റു മൃഗങ്ങൾ ആരെങ്കിലും വനം നശിപ്പിക്കാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ മണ്ണിട്ട് വയൽ നികത്തുക, പിന്നെ അതുപോലെ മണ്ണിടിക്കുക, അല്ലെങ്കിൽ പുഴയിൽ നിന്നും മണൽ വാരുക, ഇതെല്ലാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും, അതുപോലെ നമ്മുടെ കണ്ടൽക്കാടുകൾ നശിപ്പിക്കുക, പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ശാസ്ത്രീയപരമല്ലാത്ത അണക്കെട്ടുകളുടെ നിർമ്മാണം തുടങ്ങിയവയൊക്കെ മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഉണ്ടാകുന്നത് മൂലം ഈ പറഞ്ഞ വാസസ്ഥലങ്ങളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ ജീവികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? അവയുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ വാസസ്ഥലം നഷ്ടപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പ്രകൃതിയാലുള്ള ഓരോ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നതിലൂടെ ഇപ്പൊ മണ്ണിനെ ആണേലും അതുപോലെ തന്നെ വായുവിനെ ആണേലും പിന്നെ ജലത്തെ ആണേലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മലിനപ്പെടുത്തുകയും ചെയ്യുന്നു. 3 രീതിയിലുള്ള മലിനീകരണമാണ് നമുക്ക് അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് പൊല്യൂട്ടഡ് സോയില്, മണ്ണിനെ മലിനപ്പെടുത്തുന്നത്. അതായത് നമ്മളുടെ എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അതായത് നമ്മൾ അമിതമായിട്ട് നമ്മൾ കൃഷി ചെയ്യും അല്ലെ. അപ്പൊ നമ്മളിവിടെ വലിയ കൃഷിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ വലുതായിട്ട് കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആന്ധ്രയിലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികളിൽ കൃത്യമായിട്ട് കീടനാശിനികൾ തളിച്ചിട്ടാണ് നമുക്ക് ഈ പച്ചക്കറികളൊക്കെ വരുന്നത്. അപ്പൊ ഈ കീടനാശിനികളെല്ലാം 2 തരം മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് സ്പ്രേ ചെയ്യുന്ന കീടനാശിനികളുണ്ട്. ഈ കീടനാശിനികൾ മണ്ണിലേക്ക് കലരുന്നതോടൊപ്പം തന്നെ വായുവിലേക്കും കലരുന്നുണ്ട്. അങ്ങനെ വായു മലിനപ്പെടുന്നുണ്ട്, മണ്ണും മലിനപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റും മണ്ണിനെ കൃത്യമായിട്ട് മലിനപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താണ് ഈ വേസ്റ്റുകൾ നമുക്ക് ഉണ്ടാകുന്ന മൊബൈലുകളുടെ ആയാലും ലാപ്ടോപ്പിന്റെ ആയാലും നമ്മുടെ ടിവിയുടെയോ അങ്ങനത്തെയൊക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ എല്ലാം വേസ്റ്റുകൾ നമ്മൾ മണ്ണിലേക്ക് കലർത്തുന്നു. ഇതൊക്കെ മണ്ണിനെ മലിനപ്പെടുത്തുന്നുണ്ട്. പിന്നെ മണ്ണിൽ ആസിഡ് റെയിൻ ഉണ്ടാകുന്നതും ഒക്കെ കാരണമാകുന്നുണ്ട്, മണ്ണ് മലിനപ്പെടാനുള്ള കാരണങ്ങളാണ്. പിന്നെ അതുപോലെ മണ്ണ് മലിനപ്പെടുന്നു. പിന്നീട് പറഞ്ഞത് ജലത്തിന്റെ മലിനീകരണത്തിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വെള്ളം കുടിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ കുപ്പിവെള്ളമൊക്കെ വാങ്ങിക്കുന്നതും പിന്നെ അതുപോലെ കളർ വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിക്കുന്നതൊക്കെ അല്ലെ. അപ്പൊ ആ വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെയൊക്കെ ബോട്ടില് കൃത്യമായിട്ട് തന്നെ നമ്മൾ ഒന്നെങ്കിലും അത് മണ്ണിലേക്ക് എറിയും, അതല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ബസ്സിലെ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വാഹനത്തിൽ പോവുക, എവിടെയെങ്കിലും ഒരു പുഴ കണ്ടാൽ അതിലേക്ക് ഇങ്ങനെ എടുത്ത് എറിയുക അല്ലെ. ഇതൊക്കെ നമുക്ക് പിന്നെ പോരെങ്കിൽ നമ്മൾ ബീച്ചിലൊക്കെ പോയി നിൽക്കുന്നവരാ. ഈ ബീച്ചിലൊക്കെ പോയി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കടലിന്റെ തീരത്തൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇഷ്ടംപോലെ പ്ലാസ്റ്റിക്കുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഒക്കെ ഇങ്ങനെ വന്ന് നമ്മുടെ കരയിലേക്ക് അടിയുന്നത്. അതുപോലെ നമ്മൾ ചിലപ്പോഴും കണ്ടിട്ട് ചില പ്രസ്താവനകൾ ഇതിനെയൊക്കെ താരതമ്യപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഒരു പ്രസ്താവനയായിരിക്കും തരുന്നത്. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ ഇത് ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടാന്ന് ചോദിക്കുന്നു. ഇപ്പൊ ശക്തമായിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ പത്രത്തിൽ കണ്ടിട്ടുണ്ട്,
എന്താണ് മത്സ്യങ്ങളെല്ലാം ചത്തുപൊന്തുന്നു എന്ന് പറഞ്ഞിട്ട് കാണും. ഈ മത്സ്യങ്ങളൊക്കെ ചത്തുപൊന്തുന്നതിന്റെ കാരണം ജലമലിനീകരണമാണ്. ജലം മലിനമാകുന്നത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിക്ഷേപിക്കുന്നതിലൂടെ മാത്രമല്ല, ജലത്തിലൂടെ പോകുന്ന കപ്പല്, അതുപോലെ ബോട്ട് തുടങ്ങിയ വാഹനങ്ങളുണ്ടല്ലോ, അവയിലൊക്കെ നിറയ്ക്കുന്ന ഇന്ധനങ്ങളിൽ നിന്നുള്ള ഇന്ധനങ്ങളുടെ ചോർച്ചയാകാം, അല്ലെങ്കിൽ അവയിൽ നിന്നും പുറപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള വാതകങ്ങളാകാം. ഇതെല്ലാം ജലത്തെ മലിനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ഒക്കെയുള്ള മലിനജലം അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം, അതായത് നമുക്ക് ഉപയോഗശൂന്യമല്ലാത്ത അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള മലിനജലം ഒക്കെ നമ്മൾ ഒഴുക്കി വിടുന്നതും ഈ പുഴകളിലേക്കോ അല്ലെങ്കിൽ കായലിലേക്കോ കടലിലേക്കോ ഒക്കെ തന്നെയാണ്. അങ്ങനെയും ജലം മലിനപ്പെടുന്നുണ്ട്. പിന്നെ വായു മലിനീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണം വാഹനങ്ങളിൽ നിന്ന് ഉതിരുന്ന പുകയാണ്. പിന്നെ അതുപോലെ ഫാക്ടറികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പുകകളും വായുവിനെ മലിനപ്പെടുത്തുന്നു. നമ്മൾ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വാതകങ്ങളും നമ്മുടെ വായുവിനെ മലിനപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വ്യത്യസ്തങ്ങളായ മലിനീകരണങ്ങളും ഇതിനെതിരെ നമുക്ക് എന്ത് പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു പോകാം. ഇപ്പൊ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല, എങ്കിൽ പോലും ഏകദേശം അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ മനുഷ്യനിർമ്മിത ആവാസങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. മനുഷ്യനിർമ്മിത ആവാസങ്ങളും മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന ആവാസ വ്യവസ്ഥകളാണല്ലോ. അപ്പോഴ് ഇവിടെ മനുഷ്യനിർമ്മിതമായ ആവാസ വ്യവസ്ഥകൾ വികസിപ്പിച്ചെടുത്ത ഒരു ജാപ്പനീസ് ശാസ്ത്രജ്ഞനുണ്ട്. ആ പേര് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, കാരണം നിങ്ങളുടെ GK-യുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആവാസങ്ങൾ വികസിപ്പിച്ചെടുത്ത ഒരു ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനാണ് അകിര മിയാവാക്കി. അത്തരത്തിലുള്ള വനങ്ങളെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇടതൂർന്ന് നിർമ്മിച്ചെടുക്കുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വേഗത്തിൽ വളരുന്നതൊക്കെ ആയിട്ടുള്ള സസ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മിയാവാക്കി വനങ്ങൾ എന്ന് പറയുന്നത്. ഈ മിയാവാക്കി വനങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. അകിര മിയാവാക്കി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനാണ് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇടതൂർന്ന വനങ്ങൾ, വേഗത്തിൽ വളരുന്നതുമായ ഒരു നഗരവനങ്ങളായിട്ട് മാറുന്നത്. പിന്നീട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വാതകങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യം, അതായത് ഇപ്പം വാഹനങ്ങളിൽ നിന്നുള്ള പുക എന്നൊക്കെ പറയുന്ന കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ, നിങ്ങൾ അത്ര ആഴത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വാതകങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയവയൊക്കെയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പൊ ഒരു വർക്ക്ഷീറ്റ് ആയിട്ട് തരുവാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഇങ്ങനെയായിരിക്കാം: താഴെ തന്നിരിക്കുന്ന ജീവികളെ നിന്നും ഉഭയജീവികളെ പട്ടികപ്പെടുത്തുക. ഉഭയജീവികളെ പട്ടികപ്പെടുത്തുക എന്ന് പറഞ്ഞു തന്നാല് നമുക്കവിടെ തവളയുണ്ട്, ആമയുണ്ട്, മുതലയുണ്ട്, പിന്നെ സലമാൻഡർ ഉണ്ട്, ന്യൂട്ടുണ്ട്, ഇങ്ങനെ കുറെ ജീവികളുടെ ഒരു പട്ടിക തരും. ഇതിൽ നിന്നും ഉഭയജീവികളെ തരംതിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഉഭയജീവികൾ എന്ന് പറയുന്നത് ആര് മാത്രമാണ്? തവള, അതുപോലെ തന്നെ ന്യൂട്ട്, സലമാൻഡർ തുടങ്ങിയവയാണ് നമ്മുടെ ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇപ്പം അത് നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? കരയിൽ ജീവിക്കുന്ന ജീവികളും ജലത്തിൽ ജീവിക്കുന്ന ജീവികളും കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവികൾ, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഒരു പട്ടികപ്പെടുത്തലിൽ ചിലപ്പോൾ ചോദിച്ചാൽ എഴുതുക. പിന്നീട് ചിലപ്പോൾ തരുന്നത് എന്താണ്? നമുക്ക് അത്യാവശ്യമായിട്ടുള്ള 1-2 അനുകൂലനം തരും. ഏതെങ്കിലും ജീവിയുമായി ബന്ധപ്പെട്ട 1-2 അനുകൂലനം തരുന്നു. ഈ അനുകൂലനത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ജീവി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ജീവിയുടെയും അനുകൂലനം കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കൃത്യമായിട്ട് നമുക്ക് ആ ഒരു
ഏതാണ് ആ അനുകൂലനമുള്ള ജീവി എന്ന് നമുക്ക് ആലോചിച്ചെഴുതാൻ പറ്റും. പരന്ന കാലുകൾ അല്ലെങ്കിൽ ചർമ്മബന്ധിതമായ കാലുകൾ, പരന്ന കൊക്ക് എന്ന് പറയുന്ന ഒരു അനുകൂലനം തരുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കണം അത് ഏത് ജീവിക്കായിരിക്കും. അല്ലെങ്കിൽ അരിപ്പ പോലെയുള്ള മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും അതിനെ ഇര പിടിക്കാൻ സഹായിക്കുന്ന അരിപ്പ പോലെയുള്ള കൊക്കുകൾ അല്ലെങ്കിൽ ചുണ്ടുകൾ, പിന്നെന്താണ് വെബ്ഡ് ആയിട്ടുള്ള ഫീറ്റ്, പരന്ന കൊക്കുകൾ, ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇത് ആരുടെ അഡാപ്റ്റേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ജീവിയുടെയും അഡാപ്റ്റേഷൻ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കണം. ഇങ്ങനെ ഒരു അഡാപ്റ്റേഷൻ തന്നാൽ അവിടെ നിന്ന് നമ്മൾ ജീവിയെ തിരിച്ചറിയുന്നത് താറാവ് എന്നായിരിക്കണം. കാരണം ചെളിയിൽ നിന്നൊക്കെ ഫീഡ് ചെയ്യുന്നത്, അതായത് ഭക്ഷണം കണ്ടെത്തുന്നത് താറാവ് പോലെയുള്ള ജീവികളാണ്. അതായത് ജലവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവികളാണ്. ഇനി കൊക്കാണെങ്കിലോ, കൊക്കിനാണെങ്കിൽ നീളമുള്ള കൊക്കുകൾ, നീളമുള്ള കാലുകൾ, വെള്ളത്തിൽ നിന്നും വേഗത്തിൽ കൊത്തി എടുക്കാൻ പറ്റുന്ന പാകത്തിലുള്ള കൂർത്ത നീളമുള്ള കൊക്കുകളൊക്കെയാണ് കൊക്കിനുള്ളത്. അപ്പൊ ആ ജീവിയുടെയും ഓർത്തിരിക്കാം. അങ്ങനെ ഏതൊരാളേനും. പിന്നെ ഇലകളിൽ മെഴുകു പോലെയുള്ള ആവരണം, തണ്ടിലും ഇലയിലും വായു അറകളുണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇതാരാണ്? താമര അല്ലെങ്കിൽ ആമ്പല് തുടങ്ങിയ സസ്യങ്ങള്. പിന്നെ നിറം മാറാനുള്ള കഴിവുണ്ട്, കൂടുതലായും നമ്മുടെ പൂന്തോട്ടങ്ങളിൽ കാണപ്പെടുന്നു, അല്ലെങ്കിൽ പുൽമേടുകളിൽ കാണപ്പെടുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ അതാരാണ്? ഓന്താണ്. ഇങ്ങനെ ഏതൊരു ജീവിയുടെയും അഡാപ്റ്റേഷൻ ചോദിച്ചാൽ എഴുതണമെങ്കിൽ നമ്മൾ പുസ്തകത്തിൽ തന്നിട്ടുള്ള ഏതൊരു അഡാപ്റ്റേഷനെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഇപ്പം നമ്മൾ കങ്കാരു റാറ്റിന്റെ പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഒട്ടകത്തിന്റെ പ്രത്യേകതകളും പഠിച്ചിട്ടുണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കിപ്പോ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും കങ്കാരു റാറ്റിന്റെ ഇപ്പൊ താഴെ പറയുന്ന പ്രസ്താവനകളിൽ കങ്കാരു റാറ്റിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് കണ്ടെത്തി എഴുതുക, അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ. എ, ബി, സി, ഡി അല്ലെങ്കിൽ ഇ, 5 ഓപ്ഷൻ കാണും. ഈ 5 ഓപ്ഷനിൽ ഒന്നാമത്തത് ചൂടിനെ പ്രതിരോധിക്കുന്ന തൊക്ക് എന്ന് വിചാരിക്കുക. പിന്നെ അതുപോലെ വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും വളരെ കുറച്ചു മാത്രം ജലനഷ്ടം. ഇങ്ങനെ കങ്കാരു റാറ്റിന്റെ 3 പ്രത്യേകതകളും വേറെ ഏതെങ്കിലും ജീവിയുടെ 2 പ്രത്യേകതകളും തന്നു. നമുക്ക് എ, ബി, സി, ഡി, ഇ എന്ന് പറഞ്ഞിട്ട് 5 ഓപ്ഷനും തന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എ ശരിയാണ്, ബി ശരിയാണ്, സിയും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഡിയും ഇയും തെറ്റാണ്. അപ്പൊ എങ്ങനായിരിക്കും ഓപ്ഷൻ? എ, ബി, സി ശരിയാണ്, അല്ലെങ്കിൽ ഡി, ഇ തെറ്റാണ്. അപ്പൊ അവിടെ കൃത്യമായിട്ടും ആ അഡാപ്റ്റേഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ അഡാപ്റ്റേഷൻ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നീട് ഞണ്ടിനെ അറിയാലോ, ഞണ്ടിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞണ്ടിന്റെ പ്രത്യേകതകളും നിങ്ങൾക്കറിയാം. ഞണ്ടിന് എത്ര കാലുണ്ട്, അത് ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഞണ്ടിന് എത്ര കാലുണ്ടെന്നും. അതുപോലെ തലയില് പിന്നെ അത് വേണമെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു തന്നേക്കാം. അതിന് എന്തെങ്കിലും വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പം ഒട്ടകത്തിന്റെ അനുകൂലനം നമ്മൾ പറഞ്ഞതാണ്. ജീവിതത്തിൽ ഒരിക്കലും വെള്ളം കുടിക്കാത്ത ജീവി എന്നുള്ളത് പറഞ്ഞതാണ്. അതുപോലെ എന്താണ്, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള, അതായത് ആവാസ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിക്കുന്ന ചോദ്യം GK ചോദ്യം തന്നെയാണ്, സയൻസുമായി ബന്ധപ്പെട്ട GK ചോദ്യമാണ്. അതായത് ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്നത് കാവുകളെയാണ്. അപ്പം അത് നിങ്ങൾ ഓർത്തിരിക്കുക, കാവുകളാണ് ഓക്സിജൻ പാർലറുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി അതുപോലെ ഞണ്ടിന് എത്ര കാലുണ്ട് എന്ന് നമ്മൾ ചോദിച്ചു, അത് പറഞ്ഞിരുന്നു അല്ലെ? എന്താ, ഞണ്ടിന് എത്ര കാലുകളാണ്? 10 കാലുകളുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, പലരും തെറ്റിക്കാറുള്ളതാണ്. ഞണ്ടിന് 10 കാലുകളാണ് ഉള്ളത്. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളെ സെറോഫൈറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ എന്ന് പറയുന്നത് അവയ്ക്ക് പ്രത്യേകിച്ച് ഉള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവയ്ക്ക് മുള്ളുകളുണ്ട് എന്നുള്ളതാണ്. മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് മുള്ളുകളുണ്ട്. ഈ മുള്ളുകളുള്ള സസ്യങ്ങളാണ് മരുഭൂമിയിലെ സസ്യങ്ങൾ. പിന്നെ കൂടാതെ ഇലകൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയ ഇലകളും അവിടെ പലപ്പോഴും കാണപ്പെടാറുണ്ട്. പിന്നെ ആഴത്തിലുള്ള വേരുകളാണ് അവയ്ക്ക്. മരുഭൂമിയിൽ എന്ന് പറയുമ്പോൾ ജലം നമുക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ജലം കിട്ടുന്ന ഒരു ഏരിയ നോക്കിയിട്ട് അവർക്ക് ആഴത്തിൽ കിട്ടുന്ന ജലത്തെ അവർക്ക് പാകപ്പെടുത്തി എടുക്കുന്ന തരത്തിലുള്ള ഒരു
വേരുകൾ ആഴത്തിൽ പോകാനുള്ള റൂട്ട് അതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നീട് മരുഭൂമിയിലെ സസ്യങ്ങളാണ് സെറോഫൈറ്റ്സ് അല്ലെങ്കിൽ മരുരൂഹങ്ങൾ എന്ന് അറിയപ്പെടുന്നതെന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഹരിത സസ്യങ്ങളാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ആവാസ വ്യവസ്ഥയിലെ ഓക്സിജൻ പാർലറുകൾ കാവുകളാണ്. ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ഹരിത സസ്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ മരുഭൂമിയിലെ സസ്യങ്ങളെയാണ് നമ്മൾ മരൂഹങ്ങൾ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ സെറോഫൈറ്റ്സ്. ചിലപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഈ ഇംഗ്ലീഷിൽ പഠിച്ചു വെച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതും LSS-ന്. ഈ LSS-ന് ആ സമയത്ത് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മരുരൂഹങ്ങൾ എന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെറോഫൈറ്റ്സ് എന്ന് തന്നെ അങ്ങ് എഴുതി വെച്ചിരിക്കുക. അത് മലയാളത്തിലാണെങ്കിലും മലയാളത്തിൽ അങ്ങ് എഴുതണമെന്നേ ഉള്ളൂ, സെറോഫൈറ്റ്സ് എന്ന് തന്നെ എഴുതി വെക്കുക. ഇപ്പൊ നമുക്ക് ചില ഒരു 4 പ്രസ്താവന ഞാൻ പറയുകയാണ്. ജീവനുള്ള ഘടകങ്ങൾക്ക് വളരാൻ ജീവനില്ലാത്ത ഘടകങ്ങൾ ആവശ്യമാണ്. ജീവനുള്ളവയ്ക്ക് വളരാൻ കഴിയും. ജീവനുള്ളവയ്ക്ക് ശ്വസിക്കാൻ കഴിയും. ജീവനുള്ളവ ജീവനില്ലാത്തവയെ ആശ്രയിക്കുന്നില്ല. ഈ 4 പ്രസ്താവനകൾ ഞാൻ പറഞ്ഞു. ഈ 4 പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ മൈക്ക് ഓണാക്കി പറയാൻ പറഞ്ഞാൽ എല്ലാവരും മൈക്ക് ഓണാക്കി പറയുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണ്ട. ഇതൊരു പിന്നെ ശബ്ദമായി പോകും. അപ്പൊ നമ്മള് 4ാമത് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, ജീവനുള്ളവയെ ജീവനില്ലാത്തവ അല്ലെങ്കിൽ ജീവനുള്ളവ ജീവനില്ലാത്തവയെ ആശ്രയിക്കുന്നില്ല എന്ന് പറയുന്ന പ്രസ്താവനയാണ് തെറ്റായിട്ട്. കാരണം ജീവനുള്ള എല്ലാ വസ്തുക്കളും ജീവനില്ലാത്ത അജീവീയ ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഏറ്റവും വലിപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിപ്പമുള്ള തവള എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിക്കുന്നു. അപ്പൊ ഏതാണ് ഏറ്റവും വലിപ്പം കൂടിയ തവള എന്ന് പറയുന്നത്? ഗോലിയാത്ത് തവളയാണ്. ഗോലിയാത്ത് തവളയാണ് ഏറ്റവും വലിപ്പം കൂടിയ തവള എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് ശ്രദ്ധിക്കുക. ജലത്തിൽ മുട്ടയിടുന്നു, ത്വക്കിലൂടെ ശ്വസിക്കുന്നു, നട്ടെല്ലില്ല, കേൾവി ശക്തിയുണ്ട്. ഈ പറഞ്ഞ പ്രസ്താവനകളിൽ ഇത് ഉഭയജീവികളുടേത് അല്ലാത്തത് ഏത് എന്നൊരു ഏത് എന്നാണ് ഒരു ചോദ്യം. ഉഭയജീവികളുടേതല്ലാത്തത് ഏത്? അപ്പോഴ് ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചോണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ, ഉഭയജീവികളുടെ ഡെഫിനിഷനകത്ത് വരുന്നതാണിത്. ജലത്തിൽ മുട്ടയിടുന്നു, ത്വക്കിലൂടെ ശ്വസിക്കുന്നു, നട്ടെല്ലില്ല, കേൾവി ശക്തി ഉണ്ട്. ഇതില് ഏത് പ്രസ്താവനയാണ്? അതെ, 3ാമത്തെ പ്രസ്താവനയാണ്. നട്ടെല്ലില്ല എന്ന് പറയുന്ന പ്രസ്താവനയാണ് ഉഭയജീവികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. അതായത് ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ നട്ടെല്ലുള്ളതോ എന്താണ് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്നതും വെള്ളത്തിൽ നിന്നും ശ്വസിക്കാൻ കഴിയുന്നതും അല്ലെ ത്വക്കിലൂടെ ശ്വസിക്കാൻ കഴിയുന്നതുമായ ജീവികളെയാണ്, വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കാൻ കഴിയുന്നതുമായ ജീവികളെയാണ് നമ്മൾ ഉഭയജീവികൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ ഒരു പാഠത്തില് ഏകദേശം എല്ലാ കാര്യങ്ങളിലൂടെയൊന്നും ജസ്റ്റ് പോയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രസ്താവന രൂപത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും കൂടുതൽ വരിക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓരോ അഡാപ്റ്റേഷൻസ്, ആ പാഠത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എന്താണ്, നമ്മള് അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ എന്താണ് അനുകൂലനം. ഈ അനുകൂലനമാണ് നമുക്ക് വരുന്നത്. ഈ അനുകൂലനം കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വിപിന ആരാ? വിപിന മോളെ ആരായാലും ഇമോജി ഇട്ടാല് ടീച്ചറിനും അത് ഡിസ്റ്റർബൻസ് ആയി പോകും കേട്ടോ. അതുകൊണ്ട് ഇമോജി ഇടാതിരിക്കുക. അപ്പൊ ഏകദേശം നമ്മൾ ആ യൂണിറ്റിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇനി നമ്മൾ 2ാമത്തെ യൂണിറ്റും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതിനകത്ത് നമുക്ക് ഇന്ത്യന്റെ രാജ്യം എന്ന് പറയുന്നത്, ഉഭയജീവികൾക്ക് നട്ടലുണ്ടോ? ഉഭയജീവികൾക്ക് നട്ടലുണ്ട്. നട്ടലുള്ള വെള്ളത്തിലും കരയിലും ജീവിക്കുന്നതും അതുപോലെ ത്വക്കിലൂടെ ശ്വസിക്കുന്നതും വെള്ളത്തിൽ മുട്ടയിടുന്നതും കരയിൽ ജീവിക്കാൻ കഴിയുന്നതും ഒക്കെ ആയിട്ടുള്ള ജീവികൾ, അതായത് കരയിലും ജലത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുകയും ചെയ്യുന്ന ജീവികളെയാണ് എന്തെന്ന് പറയുന്നത്? ഉഭയജീവികൾ എന്ന് പറയുന്നത്. വെർട്ടിബ്രേറ്റ്സ് ഓർഗൻസ് ആണ് അവര്. ഇനി നമുക്ക് 2ാമത്തെ യൂണിറ്റിലേക്ക് പോകാം. 1ാമത്തെ യൂണിറ്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചാൽ എല്ലാവരും മൈക്ക് ഓണാക്കി ശബ്ദം ഉണ്ടാക്കുമായിരിക്കും അല്ലേ?
അതുകൊണ്ട് പോട്ടെ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്രൂപ്പിലേക്ക് എഴുതിയിട്ടാൽ മതി. അത് സാർ അറിയിക്കും. അപ്പൊ അതിനുള്ള റിപ്ലൈ എന്താ വെച്ചാൽ ഇട്ടേക്കാം. ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ എന്ന് പറയുമ്പോൾ ഗാന്ധിജിയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് പ്രയാസമുള്ള ഒരു യൂണിറ്റ് ആണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാനും ഒക്കെ. പക്ഷെ എന്നാ ഓർത്തിരുന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് രണ്ടാമത്തെ യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ഇന്ത്യയിലേക്ക് വന്ന നമ്മുടെ മനസ്സിൽ വരുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയാണ് നമുക്കറിയാവുന്നത് അല്ലെ. അതിനു മുന്നേ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളവരാണ് വിദേശികളുണ്ട്. വേറെ ഇറാൻകാരും ഡച്ചുകാരും ഗ്രീക്കുകാരും പോർച്ചുഗീസുകാരും ഒക്കെ കച്ചവട ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നവരായിരുന്നു. വാണിജ്യ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നും വിളകളും മറ്റും വാങ്ങുക. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിളയായ ഏതാണ്? നമുക്ക് സുഗന്ധവ്യഞ്ജനങ്ങളാണ് അല്ലെ. അപ്പോഴ് നമ്മള് ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ കച്ചവടത്തിന് അന്ന് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു കച്ചവടമായിരുന്നു സിൽക്ക്. പട്ടുനൂൽ പുഴുക്കളിൽ നിന്നും കിട്ടുന്ന നൂല് ഉപയോഗിച്ചുണ്ടാകുന്ന പട്ടുനൂൽ ഉപയോഗിച്ച് നെയ്യുന്ന വസ്ത്രങ്ങളൊക്കെയും നമുക്ക് അന്ന് രാജ്യം ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. ഇന്നത്തെ ജനാധിപത്യ ഭരണമായിരുന്നില്ല അന്നത്തെ. എന്താണ്, ആരാണ് നമ്മുടെ ജനാധിപത്യ ഭരണത്തിനേക്കാൾ ഉപരി നാട്ടുരാജാക്കന്മാരുടെ ഭരണമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോഴ് വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും അതുപോലെ സ്പൈസസ് എന്താ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇതൊക്കെ വാങ്ങുന്നതിനും ഒക്കെ ആയിട്ടാണ് ആദ്യമായിട്ട് ഇറാൻകാരും, അത് ഏകദേശം ക്രിസ്തുവിന് മുൻപ് 3-4 നൂറ്റാണ്ടുകൾക്കൊക്കെ മുമ്പാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നീട് അറബികൾ കച്ചവടത്തിനായി എത്തി. അതും വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാര്. പിന്നീട് ഡച്ചുകാര് വന്നു. പിന്നീട് വാസ്കോഡിഗാമ കോഴിക്കോട് കപ്പലിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അത്രയും കാര്യങ്ങളിലേക്കൊന്നും ഞാൻ അധികം പോകുന്നില്ല. പിന്നീട് ബ്രിട്ടീഷുകാരും പിന്നീട് ഡച്ചുകാരും 1600 ബ്രിട്ടീഷുകാരും പിന്നീട് ഡച്ചുകാരും ഒക്കെ വന്നു. ഡച്ചുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ടാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതും. പിന്നീട് അത് വ്യാപാരമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിലും അത് എന്താണ്, പിന്നീട് അത് എന്തായി മാറി? അധികാരമോഹമായിട്ട് മാറി. അധികാരമോഹത്തിലൂടെ അവര് നമ്മുടെ ഓരോ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മുടെ രാജാക്കന്മാർ ആയുധബലം കൊണ്ടും പിന്നീട് എന്താണ്, തമ്മിത്തല്ല്, ഇപ്പോഴും അങ്ങനെയൊക്കെയല്ലേ അല്ലേ. അപ്പൊ നമ്മൾ ഈ തമ്മിത്തല്ല് ഒക്കെ ഉണ്ടായോണ്ട് ഇവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് തമ്മിത്തല്ലിച്ചുകൊണ്ട് ഓരോ നാട്ടുരാജ്യങ്ങളും വേഗത്തിൽ കൈയടക്കാമെന്നും ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുകയും ഓരോ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. അത്തരത്തില് അങ്ങനെ പതിയെ ഓരോ നാട്ടുരാജാക്കന്മാരിൽ നിന്നും അവരെന്ത് ചെയ്തു? ഓരോ രാജ്യങ്ങള് പിടിച്ചെടുത്ത് നമ്മുടെ ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ നാട്ടുരാജ്യങ്ങളായിട്ട് പിടിച്ചെടുത്തു. അങ്ങനെ അവസാനം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം തുടങ്ങുകയും ചെയ്തു. ഈ അവസരത്തില് 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയില് അദ്ദേഹത്തിന്റെ വക്കീൽ പഠനം പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവോടുകൂടി നമുക്ക് ആദ്യമായിട്ട് എന്തിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി? നമ്മുടെ സ്വാതന്ത്ര്യം. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവോടുകൂടി അദ്ദേഹം വന്ന് കണ്ട ഇന്ത്യയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വേദനിച്ചു. കാരണം എന്താണ്, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലാണ് ഇന്ത്യ. ഇതിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കണം, ഇങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ 1915 ജനുവരി 9, അന്നത്തെ ദിവസം ജനുവരി 9-നെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? പ്രവാസി ദിനം എന്ന് അറിയപ്പെടുന്നത്. അത് പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരികെ വന്ന ദിവസമാണ് പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഈ 1915 നിങ്ങൾ ഓർത്തിരിക്കുക, പ്രവാസി ഡേ ആണ് 1915. അന്നാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നത്. എന്തോ എന്തോ ചോദിച്ചേ? പ്രവാസി ദിനം എന്നാണെന്ന് പറയോ? ജനുവരി 9. ജനുവരി 9 പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്ന ജനുവരി 9 എന്ന് പറയുന്നത് 1915 ജനുവരി 9 ഗാന്ധിജി അദ്ദേഹത്തിന്റെ ബാരിസ്റ്റർ പഠനം, വക്കീൽ പഠനം ഒക്കെ പൂർത്തിയാക്കിയിട്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക്
തിരിച്ചു വരുന്നത്. നിങ്ങൾ ആ വർഷം മെയിൻ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വർഷം ഓർത്തിരിക്കുക. 1915 എന്നുള്ള ആ ഒരു വർഷം ഓർത്തിരിക്കുക. പിന്നീട് അതിന്റെ 2 വർഷം കഴിയുമ്പോൾ, അതായത് 1917 അദ്ദേഹം വരുമ്പോൾ കണ്ട കർഷകരുടെ ദുരിതപൂർണമായ ജീവിതത്തിന്റെ കാഴ്ചകളൊക്കെ അദ്ദേഹത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയെങ്കിലും ഈ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം സംഘടിപ്പിക്കാനായിട്ട് അദ്ദേഹം ധാരാളം ആളുകളെ ഇന്ത്യയിൽ നിന്ന് തന്നെ കൂടെ കൂട്ടേണ്ടിയിരിക്കുന്നു. കാരണം അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ ഭയന്നാണ് ഇന്ത്യക്കാർ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കർഷകരുടെ ജീവിതം വളരെ ദുരിതമായിരുന്നു. അങ്ങനെ മനംനൊന്ത ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1917 ആദ്യത്തെ സത്യാഗ്രഹ സമരം നടക്കുന്നത്. ഗാന്ധിജിയുടെ സത്യാഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമരമാർഗം എന്ന് പറയുന്നത് സത്യാഗ്രഹവും അഹിംസയുമായിരുന്നു. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഗാന്ധിജിയുടെ സമരമാർഗം സത്യാഗ്രഹം അതുപോലെ അഹിംസയുമാണ്. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി നടന്ന സമരമായിരുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടി നടന്ന സത്യാഗ്രഹമായിരുന്നു എന്ന് നോക്കാം. ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന ഗ്രാമത്തിലെ കർഷകരുടെ യൂറോപ്പിലെ തോട്ടമുടമകൾ, ബ്രിട്ടീഷുകാരായ തോട്ട ഉടമകളുടെ കീഴിലുള്ള കൃഷി സ്ഥലങ്ങളിൽ അവര് പറഞ്ഞു എന്ത് കൃഷി ചെയ്യാൻ, നീലം കൃഷി ചെയ്യാൻ. നീലം കൃഷി ചെയ്യുക എന്നുള്ളത് നിർബന്ധിച്ച് നീലം കൃഷി ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ എന്താണ് ബ്രിട്ടീഷുള്ള തോട്ടമുടമകൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് നീലം വിൽക്കണമെന്നും അവർ നിർബന്ധം പിടിച്ചു. ഈ ഒരു നിയമത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു നിലപാടിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ഇപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 നടന്നത് ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുവോ മക്കളെ? ആ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഇപ്പം ചമ്പാരൻ സത്യാഗ്രഹം 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിന് ശേഷം നടന്നത് 1918 2 സമരങ്ങൾ നടന്നു. ഒന്ന് അഹമ്മദാബാദ് തുണിമിൽ സമരവും മറ്റൊന്ന് ഖേഡ സത്യാഗ്രഹവുമായിരുന്നു. അപ്പം അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്നത് അഹമ്മദാബാദിലെ മില്ലുടമകളെയും അതുപോലെ തൊഴിലാളികളും തമ്മിലുള്ള തർക്കം, അവരുടെ കൂലി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം ആരംഭിക്കുകയും ഇതിൽ അവസാനം മില്ലുടമകളായ ബ്രിട്ടീഷുകാർക്ക് അവരുടെ ആവശ്യം അംഗീകരിക്കുകയും പിന്നെ തൊഴിലാളികൾക്ക് 35% വേതനം വർദ്ധിപ്പിക്കുകയും ചെയ്ത ഒരു സമരമായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം. പിന്നെ ഖേഡ സമരം അതും ഗുജറാത്തിലെ ഖേഡ ജില്ലയിലെ ജില്ലയിലുള്ള കർഷകരുടെ കൃഷി നശിച്ച സമയത്ത് ഭൂനികുതിയിൽ യാതൊരു തരത്തിലുള്ള ഇളവുകളും പ്രഖ്യാപിച്ചില്ല. പകരം എന്താണ് അവർ നൽകിക്കൊണ്ടിരുന്ന നികുതി എന്താണോ അതേ നികുതി തന്നെ കൊടുക്കണമെന്ന് ആരാവശ്യപ്പെട്ടു? ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. ഇതിനെതിരെ നടന്ന സമരമാണ് ഖേഡ സമരമായി ഖേഡ സമരം എന്നത് പേരിൽ അറിയപ്പെടുന്നത്. ഈ സമരത്തിൽ നിന്നും നികുതി ഇളവ് ചെയ്യാനുള്ള അധികാരം ആർക്ക് ലഭിച്ചു? ഇന്ത്യക്കാർക്ക് ലഭിക്കുകയും ചെയ്തു. 1918. അപ്പൊ 1918 ഖേഡ സമരം നടക്കുന്നത്. 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നു. 1917 ചമ്പാരൻ സത്യാഗ്രഹം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നീലം കർഷകരുടെ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായ തോട്ടമുടമകൾ നിശ്ചയിക്കുന്ന വിലയിൽ നീലം വിൽക്കാൻ നിർബന്ധിതരായ ജനവിഭാഗത്തിൽ നിന്നോ ഒരു മോചനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. പിന്നീട് നമ്മൾ പറഞ്ഞത് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. ഈ അഹമ്മദാബാദ് തുണിമിൽ സമരത്തില് എന്താണ് ആവശ്യം എന്തായിരുന്നു? തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുക. മില്ലുടമകളായ യൂറോപ്യന്മാർ
അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായ മില്ലുടമകളിൽ ഇന്ത്യക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് വളരെ തുച്ഛമായ വേതനമാണ് നൽകിയിരുന്നത്. ഇതിൽ തൊഴിൽ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സത്യാഗ്രഹ സമരമായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം. പിന്നീട് നടന്ന മറ്റൊരു സമരമായിരുന്നു ഖേഡ സത്യാഗ്രഹം. ഇനി ആ ഖേഡ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകതകളും നമുക്കറിയാം. ഖേഡ സത്യാഗ്രഹത്തിന്റെ ആവശ്യം ഇതായിരുന്നു. എന്തായിരുന്നു? ഗുജറാത്തിലെ ഖേഡ ജില്ലയിലെ കർഷകരുടെ കൃഷി നശിച്ച സമയത്ത് ഭൂനികുതിയിൽ യാതൊരു ഇളവും നൽകാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. ഇതിനെതിരെ നടന്ന സമരമായിരുന്നു ഖേഡ സത്യാഗ്രഹം. ഈ 3 സത്യാഗ്രഹവും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ 3 സമരങ്ങൾ പേര് തരും, ഇതിന്റെ നീഡ് തരും, അതായത് ആവശ്യങ്ങൾ. ഇപ്പൊ ഒന്നാമത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് അറിയാം, നീലം കർഷകരുടെ ദുരിതപൂർണമായ ജീവിതത്തിനെതിരെ നടന്ന സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. പിന്നെ തൊഴിൽ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. ഖേഡ സത്യാഗ്രഹം നടന്നത് എന്താണ്? കൃഷി നശിച്ച സമയത്ത് ഭൂനികുതിയിൽ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് എന്ത്? ഖേഡ സത്യാഗ്രഹം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. 3 ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങളെ ഒന്നെങ്കിൽ മാച്ച് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്, അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന എടുത്തെഴുതുക എന്നിങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളും ഓർത്തിരിക്കുക. അപ്പം 1915, 1917, 1918. ഇനി നമ്മൾ അടുത്ത വർഷം എന്ന് പറയുന്നത് 1919 പോവാം. ഈ 1919 എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമുണ്ട്. അതായത് എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നിങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ജാലിയൻ വാലാബാഗ്. അതെ, 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അതിന്റെ പിന്നില് നമ്മുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റൗലറ്റ് ആക്ട് എന്താണെന്ന് ചോദിച്ചാൽ വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലാക്കുക എന്നുള്ള ഒരു നിയമം ഇത് ബ്രിട്ടീഷുകാർ പാസാക്കി. ഈ നിയമമാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഈ റൗലറ്റ് ആക്ട് പ്രകാരം ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചലു, അതുപോലെ ഡോക്ടർ സത്യപാൽ തുടങ്ങിയവരെയാണ് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തത്. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യക്കാരായ ജനങ്ങള് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന വിശാലമായ മൈതാനത്ത് ഒത്തുചേർന്നു. ഈ ഒത്തുചേർന്ന സമയത്ത് അവിടെ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയും ഒരു പ്രവേശന കവാടം മാത്രമുള്ള ഇവിടേക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ബ്രിട്ടീഷ് പട്ടാളക്കാരനായ ജനറൽ ഡയറിന്റെ നേതൃത്വത്തില് വെടിയുണ്ട അല്ലെങ്കിൽ വെടി ഉതിർക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തില് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒരു അറ്റാക്കിലാണ് ആളുകൾ ആകപ്പാടെ ഭയപ്പെട്ടിട്ടുണ്ടാകും അല്ലെ. നമ്മളിപ്പോ നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡോറേ ഉള്ളൂ ഒരു ക്ലാസ്സിന് അല്ലെ. നമ്മളിങ്ങനെ ഓർക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഓടി രക്ഷപ്പെടാൻ ആകെ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരും ക്ലാസ്സിൽ എന്ത് ചെയ്യും? തിക്കും തിരക്കും ഒക്കെ കൂട്ടത്തില്ലേ. അതുപോലെ നമ്മൾ തിക്കിലും തിരക്കിലും പെട്ട് 100 കണക്കിന് ആളുകളും അതുപോലെ വെടിയുണ്ട എതിർത്ത് 100 കണക്കിന് ആളുകളും ഒക്കെ മരണപ്പെടുകയും ചെയ്തു. അത് വലിയൊരു സംഭവമായി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന വിശാലമായ മൈതാനത്ത് റൗലറ്റ് ആക്ട് പ്രകാരം ആദ്യം അറസ്റ്റ് ചെയ്ത വ്യക്തികളാണ് ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചലു, ഡോക്ടർ സത്യപാൽ. അപ്പൊ ഈ ഒരു അറസ്റ്റിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റൗലറ്റ് ആക്ട്. അപ്പൊ റൗലറ്റ് ആക്ട് എന്തുവാണെന്ന് നിങ്ങൾ അറിയണം. അപ്പൊ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ വിചാരണ കൂടാതെ ഇപ്പൊ നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മളെ ആദ്യം എന്ത് ചെയ്യും? പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മളെ എവിടേക്ക് കൊണ്ടുപോകും? കോടതിയിൽ ഹാജരാക്കും. അവിടെ നമ്മൾ വിചാരണ ചെയ്യപ്പെടും. തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ തെറ്റുകാരാണെങ്കിലേ നമ്മളെ ശിക്ഷിക്കത്തുള്ളൂ. ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റൗലറ്റ് ആക്ടിൽ അങ്ങനെയല്ല പറയുന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റൗലറ്റ് ആക്ട് പ്രകാരം എന്താണ്? വിചാരണയൊന്നുമില്ല. പകരം എന്താണോ ബ്രിട്ടീഷുകാർക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ തടവിലാക്കുകയും ചെയ്യുന്ന ഒരു നിയമം പാസാക്കി. ഈ ഒരു നിയമത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഈ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്ത് നടന്നത്? മീറ്റിംഗ് കൂടിയത്. അപ്പൊ ഈ കൂടിയ മീറ്റിംഗ് പ്രകാരം ഈ മൊബൈലിന്റെ ചാർജ് കുറഞ്ഞു.
ഓക്കെ. അപ്പം നമ്മുടെ ഈ ഒരു റൗലറ്റ് ആക്ട് പ്രകാരം ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു, ഡോക്ടർ സത്യപാൽ തുടങ്ങിയവരാണ്. അപ്പൊ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ജാലിയൻ വാലാബാഗ്, അപ്പൊ നിങ്ങൾ അത് ഓർത്തിരിക്കുക, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. റിവൈസ് ചെയ്തോണം. 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നു. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നു. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. അതുപോലെ 1918 തന്നെ ഖേഡ സത്യാഗ്രഹം നടക്കുന്നു. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നീട് നമുക്ക് 1920-22 കാലഘട്ടത്തിലെ നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ സമരം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അതായത് ഒന്നിനോടും സഹകരിക്കാതിരിക്കുക, ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട യാതൊന്നിലും ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരുന്നാൽ അല്ലെങ്കിൽ പ്രധാനമായിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ മുദ്രാവാക്യങ്ങൾ ഇതായിരുന്നു. ഒന്ന്, ഖാദി പ്രചരിപ്പിക്കുക. രണ്ടാമത്തത്, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രൊമോട്ട് ചെയ്യുക. ഇത് 4ഉം ഓർത്തിരിക്കുക. ഒന്ന്, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, പിന്നെ അതുപോലെ എന്ത് ചെയ്യുക, ഇവിടെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആരാ? അപ്പൊ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, പിന്നെ അതുപോലെ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, മദ്യം വർജിക്കുക, പിന്നെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഈ നിസ്സഹകരണ സമരത്തിനുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ നയങ്ങള്, ജോലി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, കോടതി, നിയമനിർമ്മാണ സഭ ഇതെല്ലാം ബഹിഷ്കരിക്കുക തുടങ്ങിയവയെല്ലാം നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അതുപോലെ ബ്രിട്ടീഷുകാരുടെ മദ്യവിൽപ്പനശാലകള്, പിന്നെ തുണിമില്ല്, വിദേശ വസ്ത്രങ്ങള് തുടങ്ങിയവയെല്ലാം അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ ഇത്തരം സ്ഥാപനങ്ങളെല്ലാം ഉപരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. പിന്നീട് നമ്മുടെ ഖാദിയെ പ്രൊമോട്ട് ചെയ്യുക, അതായത് സ്വദേശി ഉൽപ്പന്നമായ ഖാദി പ്രൊമോട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ഈ 1920 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ നിസ്സഹകരണ സമരം ആരംഭിക്കുകയും 1922 അത് നിർത്തിവെക്കുകയും ചെയ്തു. എന്നാണ് 1922 ഇത് നിർത്തിവെക്കാൻ കാരണം എന്ന് വെച്ചാല് ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരത്തിലെ മറ്റൊരു അധ്യായമാണ് ചൗരി ചൗര സംഭവം. അതായത് സമരാനുകൂലികളായ ഇന്ത്യക്കാര് ബ്രിട്ടീഷ് പോലീസ് സ്റ്റേഷനായ ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ, ഉത്തർപ്രദേശിലെ ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ കത്തിച്ചതിനെ തുടർന്നാണ് എന്തുണ്ടാകുന്നത്? ഈ നിസ്സഹകരണ സമരം നിർത്തിവെക്കേണ്ടി വരുന്നത്. അപ്പം ഓർത്തിരിക്കുക, 1920-22 കാലഘട്ടത്തില് നിസ്സഹകരണ സമരമാണ്. ഈ നിസ്സഹകരണ സമരത്തില് ശേഷം വന്നതാണ് എന്ത്? 22-ൽ നിർത്തിവെക്കാൻ, പ്രധാനമായിട്ടും അന്ന് അവിടെ നിർത്തിവെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ചൗരി ചൗര സംഭവം. അപ്പം ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, 1922-ൽ നിസ്സഹകരണ സമരം നിർത്തിവെക്കാനിടയായ സംഭവം ഏത്? താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഏത് സംഭവമാണ് എന്ന് ചോദിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആവാം, ചിലപ്പോൾ GK-യിലാവാം, എവിടെ ആകാം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ചൗരി ചൗര സംഭവം എന്ന് എഴുതുക. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു, നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോൾ ഇപ്പൊ 1922 കാലഘട്ടത്തിൽ അത് നടക്കുന്നു. പിന്നീട് 1930 മുതൽ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഏകദേശം 6 വർഷത്തിന് ശേഷം. പക്ഷേ അതിനേക്കാളും പ്രധാനമായിട്ടും 1930-ലെ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഉപ്പ് സത്യാഗ്രഹം ബ്രിട്ടീഷുകാർ ഒരു ആക്ട് കൊണ്ടുവന്നു. നമ്മൾ നേരത്തെ കണ്ടു, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മറ്റൊരു ആക്ട് ആയിരുന്നു റൗലറ്റ് ആക്ട്. അതുപോലെ തന്നെ സോൾട്ട് ലോ, ഉപ്പ് നിയമം ആര് പാസാക്കി? ബ്രിട്ടീഷുകാർ പാസാക്കി. ബ്രിട്ടീഷുകാർ പാസാക്കിയ ഒരു നിയമമായിരുന്നു ഉപ്പ് നിയമം. എന്താണ് ഉപ്പ് നിയമം പറയുന്നത്? അതായത് ഇന്ത്യൻ കടൽ തീരത്ത് നിന്ന് കുറുക്കിയെടുക്കുന്ന ഉപ്പിന് ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകുക. ഇതായിരുന്നു ഉപ്പ് നിയമം പറഞ്ഞിരുന്നത്. ഈ ഉപ്പ് നിയമം നമുക്ക് ദഹിക്കുന്നതാണോ? നമ്മുടെ കടൽ ജലം വറ്റിച്ചെടുക്കുന്ന ഉപ്പിനെ നമുക്ക് നികുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അപ്പൊ ഇതിനെതിരെ ശക്തമായി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിക്കാൻ സമരാനുകൂലികൾ തീരുമാനിക്കുകയും എന്ത് ചെയ്തു? സമരം തുടങ്ങുകയും ചെയ്തു. അത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ഉപ്പ് സത്യാഗ്രഹം, ഇന്ത്യയിലെ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഉപ്പ് സത്യാഗ്രഹം നടന്നു. അപ്പൊ അത് നടക്കുന്നതെന്ന് പറയുന്നത് എവിടെ? ഉപ്പ് സത്യാഗ്രഹം സബർമതി ആശ്രമത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഗാന്ധിജി, അദ്ദേഹത്തിന്റെ 78ഓളം അനുയായികളും
അദ്ദേഹത്തിന്റെ ആശ്രമമായ സബർമതി ആശ്രമത്തിൽ നിന്നും കാൽനടയായിട്ട് ഏകദേശം 308ഓളം കിലോമീറ്ററോളം യാത്ര ചെയ്ത് എവിടെ എത്തി? ദണ്ഡി കടപ്പുറത്തെത്തി. ഈ ദണ്ഡി കടപ്പുറത്തെത്തുകയും ഗാന്ധിജി അദ്ദേഹം കടൽ ജലം വറ്റിച്ച് ഉപ്പ് കുറുക്കിയെടുക്കുകയും ഈ ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്ത സത്യാഗ്രഹ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. നടന്ന വർഷം 1930. അപ്പൊ അത് ഗാന്ധിജി ആ ഉപ്പ് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്താണ് ഈ ഉപ്പ് പിടിച്ചിരിക്കുന്ന മുഷ്ടി എന്ത് ചെയ്യാം? ബ്രിട്ടീഷുകാർക്ക് തകർത്തേക്കാം, പക്ഷേ ഞാൻ എന്ത് ചെയ്യില്ല, ഈ ഉപ്പ് ആർക്കും തന്നെ വിട്ടുതരില്ല എന്ന് ഗാന്ധിജി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉപ്പ് നിയമം ലംഘിച്ച സത്യാഗ്രഹ സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. ഈ ഉപ്പ് സത്യാഗ്രഹത്തില് ഇന്ത്യയിൽ നടന്നത് ദണ്ഡി കടപ്പുറത്ത് വെച്ചായിരുന്നു. ഇനി ഈ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ നടന്നു. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് കഴിഞ്ഞ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമായിരുന്നു, അതായത് ക്രിസ്മസ് എക്സാമിന് അല്ലെ. ഉപ്പ് സത്യാഗ്രഹത്തിന്, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളാണ് ആര്? കെ കേളപ്പൻ. കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടന്നത്. അപ്പൊ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ കെ കേളപ്പൻ, അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടന്നത് കണ്ണൂരിലെ പയ്യന്നൂരിനടുത്തുള്ള ഉളിയത്ത് കടവ് എന്ന് പറയുന്ന ആ ഒരു കടപ്പുറത്ത് വെച്ചിട്ടാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ്. അത്രയും കാര്യങ്ങൾ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞത് 1942 ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഈ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്, ക്വിറ്റ് ഇന്ത്യ, നിങ്ങൾ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ഇന്ത്യ വിടുക, ക്വിറ്റ് ഒരു ഗെയിമിൽ നിന്ന് നമ്മൾ പുറത്തു 1942 ക്വിറ്റ് ഇന്ത്യ. യെസ്, 1942 ക്വിറ്റ് ഇന്ത്യ. ഇന്ത്യക്ക് വേഗത്തിൽ സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതായിരുന്നു ക്വിറ്റ് ഇന്ത്യയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്നുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ മുന്നോട്ട് വെച്ചത്. പിന്നെ അതുപോലെ സമ്പൂർണമായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ മുന്നോട്ട് വെച്ചത്. പിന്നീട് നമ്മൾ 1930 കാര്യം പറഞ്ഞു, പക്ഷേ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, 21 ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. 1921 വാഗൺ ട്രാജഡിയും എന്താണ്, ബ്രിട്ടീഷുകാർ മലബാറിലെ മാപ്പിളമാരുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സമരമാണ് മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള ലഹള എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ലഹളയിൽ പങ്കെടുത്തവരെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ഒരു ഗുഡ്സ് വാഗണിൽ കയറ്റി മലപ്പുറത്തെ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് വിട്ടു. ഇതിനിടയ്ക്ക് വെച്ചിട്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഈ വാഗണിൽ മരണപ്പെടുകയും നൂറുകണക്കിന് ആളുകളോളം മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവമാണ് നമ്മുടെ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. അത് നടന്ന വർഷം ഓർത്തിരിക്കണേ, 1921. അത് ഞാൻ വിട്ടുപോയതാണ്. 1921 വാഗൺ ട്രാജഡി, 1922 ചൗരി ചൗര സംഭവം. ഞാൻ അതൊന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തേക്കാം. 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചു വരുന്നു. പിന്നീട് 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നു. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്നു. 1918 തന്നെ ഖേഡ സത്യാഗ്രഹം നടക്കുന്നു. 1919 പിന്നെ റൗലറ്റ് ആക്ട് വരുന്ന വർഷമാണ് 1919. ഈ 1919 റൗലറ്റ് ആക്ട് വരികയും പിന്നീട് അതിന്റെ ഫലമായിട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് വന്ന സമരമാണ് നിസ്സഹകരണ സമരം. മക്കളെ ഇമോജി ഇടാകടാ, ആരാ? 1920 നിസ്സഹകരണ സമരം. പിന്നീട് പറഞ്ഞു വാഗൺ ട്രാജഡി ഉണ്ടാകുന്നത് മാപ്പിള ലഹളയെ തുടർന്നാണ്. പിന്നീട് 1922 ചൗരി ചൗര സംഭവം. ഇനി 1920 പിന്നീട് നമ്മൾ പറഞ്ഞ 1930 ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡി യാത്ര, ഇത് രണ്ടും ഒരേ വർഷം 1930. പിന്നീട് 1931 നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് നിന്നും ഇന്ത്യയെ സ്വതന്ത്രം ആക്കാൻ വേണ്ടി ഏറെ പ്രയത്നിച്ച ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷമാണ് 1931. പിന്നീട് നമുക്ക് 1942 ക്വിറ്റ് ഇന്ത്യ സമരം, അതായിപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഉടനടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക, ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്
ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഇയർ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അത്രയും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മള് പറയേണ്ടത്. മക്കളെ മെസ്സേജ് ഇടാതെ ആരാത് മെസ്സേജ് കലാപം എന്ന ടീച്ചറെ എന്തോ മലബാർ കലാപം എന്ന ടീച്ചറെ മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹളം 1920 കാലഘട്ടത്തിലാണ് നടക്കുന്ന. 1921 മാപ്പിള ലഹള. 1921 മാപ്പിള ലഹളയെ തുടർന്നാണ് വാഗൺ ട്രാജഡി ഉണ്ടാകുന്നത്. 1921 മലബാർ കലാപം നടന്നത്. അതെ 1921 മലബാർ കലാപം നടന്നത്. 1921 മലബാർ കലാപം നടക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെ നോക്കാം. അത് നമ്മൾ പഠിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം മഹാത്മാഗാന്ധി ജനിച്ചത് എവിടെയാണ്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരറിയാം, അദ്ദേഹത്തെ ബാപ്പുജി എന്ന പേര് വിളിച്ചതും മഹാത്മാഗാന്ധി എന്ന് വിളിച്ചതും ഒക്കെ ആരാണെന്നൊക്കെ അറിയാലോ. അപ്പം ആദ്യമായിട്ട് അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. പിന്നെ അതുപോലെ കുട്ടികൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ ബാപ്പുജി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ എന്താണ് ആത്മകഥയുടെ പേര് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അദ്ദേഹം അന്തരിച്ചത് 1948 ജനുവരി 30 അന്തരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മതഭ്രാന്തനായ നാഥുറാം വിനായക ഗോഡ്സെയുടെ വെടിയേറ്റാണ് ഗാന്ധിജി രക്തസാക്ഷിയായത്. ആ ദിനമാണ് നമ്മള് ജനുവരി വെടിവെച്ചത് ആരാണ്? ഗാന്ധിജിയെ വെടിവെച്ചത് ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റാണ് ഗാന്ധിജി മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിയായ ആ ദിവസമാണ് നമ്മൾ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം രാജ്ഘട്ടാണ്. ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇനി അടുത്തത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ഒരു അറിയാം നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റു ചാച്ചാജി എന്നല്ല അറിയപ്പെടുന്നത്. അതെ ചാച്ചാജി എന്ന് അറിയപ്പെടുന്നു. കുട്ടികൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു, ചാച്ചാജി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായിട്ട് ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഒരു ആത്മകഥ എന്ന പേരിൽ അറിയപ്പെടുന്ന ഓട്ടോബയോഗ്രഫിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. പിന്നീട് ഭാരതരത്ന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ വിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് എന്താണ്, ശാന്തിവനം എന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത്. ഇനി നമുക്ക് സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. ഇത് നിങ്ങൾക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഉരുക്കു മനുഷ്യൻ, അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആളാണ് ആര്, സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തിന്റെ പിന്നെ കർഷക സമരത്തിലൊക്കെ ധാരാളമായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത്. വല്ലഭായ് പട്ടേൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സർദാർ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് നൽകിയത് ഗാന്ധിജി ആയിരുന്നു. ആ കാര്യം ഓർത്തിരിക്കുക. ഉരുക്കു മനുഷ്യനല്ലേ? അതെ അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അയൺ മാൻ എന്നറിയപ്പെടുന്നു. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു വലിയ പ്രതിമയുണ്ട്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, യൂണിറ്റി, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിലാണ്. ഏറ്റവും വലിയ ഉയരമുള്ള ഒരു പ്രതിമയാണത്. ഗുജറാത്തിലല്ലേ? പിന്നീട് സുഭാഷ് ചന്ദ്രബോസിന്റെ INA-യുടെ സുഭാഷ് ചന്ദ്രബോസ് നേതാജി എന്നല്ല അറിയപ്പെടുന്നത്. നേതാജി എന്നറിയപ്പെടുന്നു. പിന്നെ INA-യുടെ സ്ഥാപകനും കൂടിയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം ഒരു വിമാനാപകടത്തിലാണ് മരിക്കുന്നത്. അപ്പൊ അത് ആ INA-യുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക. മൗലിക അവകാശത്തിന്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആ കാര്യം ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാപകൻ, ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ള ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചതുമെല്ലാം സുഭാഷ് ചന്ദ്രബോസ് ആണ്.
പിന്നീട് നമ്മൾ ഗോപാലകൃഷ്ണ ഗോഖലെ, പിന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ നിങ്ങൾക്ക് പുസ്തകത്തില് ഗോപാലകൃഷ്ണ ഗോഖലെയും അതുപോലെ തന്നെ തെറ്റിപ്പോകുന്ന മറ്റൊരു ചിത്രമുണ്ട് ടെക്സ്റ്റ് ബുക്കില്, ബാലഗംഗാധര തിലക്. രണ്ട് ചിത്രവും കൂടെ ഒരേപോലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. രണ്ടും ശ്രദ്ധിച്ചു വേണം കേട്ടോ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ചിത്രവും ചിലപ്പോ ചിത്രങ്ങൾ തന്നിട്ടായിരിക്കും ഇവരുടെ പേര് എഴുതാൻ ചോദിക്കുന്നത്. ഗോപാല ഗോകുലകൃഷ്ണ എന്നാ ജനിച്ചത്? ഗോപാലകൃഷ്ണ ഗോഖലെ 1866 മെയ് 9-നാണ് അദ്ദേഹത്തിന്റെ ജനനം. മഹാരാഷ്ട്രയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പം ബാലഗംഗാധര തിലക് മരിച്ചതോ? മരിച്ചത് 1915. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമൊന്നും ഇല്ല അതിനകത്ത്. പക്ഷെ നിങ്ങൾ ഈ ചിത്രങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം, അത്രേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ ആ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങള് അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. പിന്നെ ബാലഗംഗാധര തിലകിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക, സ്വരാജ്യം എന്റെ ജന്മാവകാശമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? അപ്പൊ അത് എഴുതേണ്ടത് ലോകമാന്യ എന്നറിയപ്പെടുന്ന എന്താണ് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിനെയാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലോകമാന്യ ബാലഗംഗാധര തിലക്. ഓരോരുത്തരുടെയും വെളിപ്പേര് വെച്ചിട്ട് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുസ്തകത്തിലെ മറ്റൊരു ചിത്രം സരോജിനി നായിഡു. സരോജിനി നായിഡുവിനെ അറിയാം. ആരാണ് സരോജിനി നായിഡു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യയുടെ ആദ്യത്തെ വാനമ്പാടി. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. അതിനേക്കാൾ ഉപരി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു ആര്? സരോജിനി നായിഡു. പിന്നെ ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. പിന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ രാഷ്ട്രപതി ആയിരുന്നു ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നീട് മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ പ്രസ്ഥാനത്തിലെ അറിയപ്പെടുന്ന ഒരു പേരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലും ഖിലാഫത്ത് പ്രസ്ഥാനത്തിലും ഒക്കെ പങ്കെടുത്തിരുന്നു. നിങ്ങൾക്ക് അത്യാവശ്യം ചോദിക്കുന്ന ഏരിയയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമ്മള് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദാദാഭായ് നവറോജി, ലാൽ ബഹദൂർ ശാസ്ത്രി, റാണി ലക്ഷ്മിബായി, രാജാറാം മോഹൻ റോയ്, പിന്നെ വിപിൻ ചന്ദ്രപാല്, അരുണ ആസഫ് അലി, ചന്ദ്രശേഖർ ആസാദ്, മംഗൾ പാണ്ഡെ, ഇങ്ങനെ മുതിർന്ന സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഉണ്ട്. അവരുടെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് എന്തോ ഭഗത് സിംഗിനെ കുറിച്ചോ? എന്തോ ഭഗത് സിംഗിന് ആത്മകഥ ഉണ്ടോ? ഭഗത് സിംഗിനെ കുറിച്ച് പറഞ്ഞു തരണോ? പറയാം. ഭഗത് സിംഗിനെ നമ്മൾ പറഞ്ഞല്ലോ, സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന പേരിലാണ് ആരറിയപ്പെടുന്നത്? ഭഗത് സിംഗിനെ അറിയപ്പെടുന്നത്. ഭഗത് സിംഗ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം എത്രയായിരുന്നു? 1930. യെസ്. അപ്പൊ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് 1931-ലാണ്. അപ്പം ഈ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് അരുണ ആസഫ് അലിക്ക് ആത്മകഥ ഉണ്ടോ? അപ്പൊ ഇത് ഓർത്തിരിക്കുക. ഭഗത് സിംഗ് സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ എന്താണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം. പിന്നെ ചന്ദ്രശേഖർ ആസാദുമായിട്ട് അദ്ദേഹം ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ ആയിട്ടുണ്ട്. ടീച്ചറെ, അരുണ ആസഫ് അലിക്ക് ആത്മകഥ ഉണ്ടോ? അരുണ ആസഫ് അലിക്ക് ആത്മകഥ ഉണ്ടോ? ഇല്ല. അരുണ ആസഫ് അലിയുടെ കാര്യം പറയാനാണോ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ എഴുതിക്കോണം, അരുണ ആസഫ് അലിയാണ്. നമുക്ക് അത്രയും വിശാലമായിട്ട് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞത്. പിന്നീട് നമ്മളെ ഡോക്ടർ BR അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പിന്നീട് നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്ന ഭരണഘടനയുടെ ശില്പി. ഭരണയുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന മറ്റൊരു ഭാഗമാണ്. അവിടെ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു
ഇതെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ഡോക്ടർ ഭീം റാംജി അംബേദ്കർ ആണ്. ഭീം റാംജി അംബേദ്കർ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നു. അതുപോലെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനുമായിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഡോക്ടർ BR അംബേദ്കർ അറിയപ്പെടുന്നത് എന്തിനാണ്? ഇന്ത്യൻ ഭരണഘടനാ ശില്പി. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കാണും. എഴുതി തയ്യാറാക്കിയ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന തുടങ്ങുന്ന ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമ്മുടെയൊക്കെ സ്കൂളുകളില്, നമ്മുടെ സ്കൂളിന്റെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ പതിച്ചു വെച്ചിട്ടുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രിയാമ്പിളൊക്കെ നമ്മള് നിങ്ങളുടെ പുസ്തകത്തിലും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിന്റെയൊക്കെ ചുവരുകളിലും ഒക്കെ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. അവിടെ മൗലിക കർത്തവ്യങ്ങൾ അതൊക്കെ ടീച്ചർമാര് പറഞ്ഞു തന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളെ ജസ്റ്റ് പേരൊന്ന് ഓർത്തു വെച്ചേക്കുക. നിങ്ങൾ ആ വർഷവും പേര് ഓർത്തിരിക്കുക. അന്ന് ആറ്റിങ്ങൽ കലാപം, ആറ്റിങ്ങൽ റാണിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കലാപമായിരുന്നു. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. പിന്നീട് പഴശ്ശി യുദ്ധം, പഴശ്ശി ഒളിപ്പോർ യുദ്ധമാണ് നടത്തിയിരുന്നത്. ഏറ്റവും കൂടുതൽ പഴശ്ശി വിപ്ലവം അല്ലെങ്കിൽ പഴശ്ശി യുദ്ധം നടന്നത് 1793, 1805 കാലഘട്ടത്തിൽ നടന്നതാണ് പഴശ്ശി യുദ്ധം നടന്നത്. പിന്നീട് മലബാർ കലാപം 1921, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലെ മാപ്പിളമാർ നടത്തിയ ലഹളയാണ് മാപ്പിള കലാപം. പിന്നെ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലുള്ള വൈക്കം ക്ഷേത്രം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആ വൈക്കം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. മുൻപ് ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പൊതുവഴിയിലൂടെ പോലും സമൂഹത്തിലുള്ള ആളുകൾക്ക് നടന്നു പോകാൻ സാധിക്കുകയില്ലായിരുന്നു. അപ്പൊ ഈ ഒരു അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പൊ അതിന് നേതൃത്വം നൽകിയത് TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, അതുപോലെ KP കേശവമേനോൻ തുടങ്ങിയവരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. പിന്നീട് നടന്നതാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം 1930 നടന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ സമയത്താണ് അതിലെ മറ്റൊരു ആ ഉപ്പ് സത്യാഗ്രഹം അല്ലെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തെ അറിയപ്പെടുന്നത് എന്താണ്? പയ്യന്നൂർ സമരം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഏത്? പയ്യന്നൂർ സമരം എന്ന് പറയുന്നത്. പിന്നീട് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം, നമ്മുടെ ഇപ്പോഴത്തെ തൃശ്ശൂർ ജില്ലയിലുള്ള ഗുരുവായൂർ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് ജാതിവർഗ ഭേദമില്ലാതെ എല്ലാവർക്കും കയറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമായിരുന്നു ഗുരുവായൂർ സമരം. അവിടെ AK ഗോപാലനും KK എളപ്പനും എല്ലാവരും ആ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നു. പിന്നീട് കയ്യൂർ സമരം, കടക്കൽ സമരം, പുന്നപ്ര വയലാർ സമരം, ഇതെല്ലാം നമ്മുടെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടവരാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് TK മാധവൻ, ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ക്യാപ്റ്റൻ. INA, ഇന്ത്യൻ നാഷണൽ ആർമി, INA-യുടെ ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാള്. അതുപോലെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സ്ഥാപിച്ച ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്ന ഒരു സംഘടനയിലെ ഏക വനിതാ അംഗം കൂടിയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. നമ്മുടെ പ്രസിഡന്റ് യുദ്ധം നടന്ന വർഷം ഏതാ? പഴശ്ശി യുദ്ധം. പഴശ്ശി യുദ്ധം നടക്കുന്നത് 1793 കാലഘട്ടം മുതൽക്ക് ഏകദേശം 1805 കാലഘട്ടം വരെയാണ്. പിന്നെ K രാമകൃഷ്ണ പിള്ള, സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരാണ് രാമകൃഷ്ണ പിള്ള. അത് ഓർത്തിരിക്കട്ടോ, അദ്ദേഹം സ്ഥാപിച്ച പത്രമാണ്, എഡിറ്ററാണ് അതിന്റെ. രാമകൃഷ്ണ പിള്ളയുടെ പത്രമായിരുന്നു. ഇനി വൈക്കം സത്യാഗ്രഹം എന്നാ നടന്നേ? വൈക്കം സത്യാഗ്രഹമോ 1924-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്.
പിന്നെ കെ കേളപ്പൻ, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് കെ കേളപ്പനും വക്കം അബ്ദുൽ ഖാദർ മൗലവി, വൈക്കം മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. പിന്നെ കെ പി കേശവമേനോൻ, മാതൃഭൂമി ദിനപത്രത്തിന്റെ സ്ഥാപകനാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെ മതി. കെ കേളപ്പൻ നമ്മൾ പറഞ്ഞതാ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ് അദ്ദേഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സമരങ്ങളാണ്. ഇനി നമുക്ക് ആ പാഠത്തിൽ വരുന്നത് ദേശീയ പതാക, ദേശീയ മുദ്ര, ദേശീയ ഗാനം, പിന്നെ ദേശീയ ഗീതം, പിന്നെ 28 സ്റ്റേറ്റുകളുടെ പേര്, അവിടുത്തെ കലാരൂപങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് നോട്ടായിട്ട് ടീച്ചേഴ്സ് തന്നിട്ടുണ്ടാകും. അപ്പോഴ് ആ നോട്ട് വെച്ചിട്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് എല്ലാം പഠിച്ചു തന്നെ പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പാഠത്തിൽ നിന്നും നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 2 യൂണിറ്റുകളിലൂടെയുള്ള ഏകദേശ കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ദേശീയ പതാകയെ കുറിച്ച്, ദേശീയ പതാക എന്ന് പറഞ്ഞാൽ ത്രിവർണ്ണ പതാക, തിരങ്ക എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ ത്രിവർണ്ണ പതാകയില് 3 നിറമാണുള്ളത്. നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണെന്ന്. അതിന്റെ അനുപാതം ഓർത്തിരിക്കുക. ദേശീയ പതാകയിലെ നിറം, 3 നിറങ്ങൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ദേശീയ മുദ്ര, നമുക്ക് ദേശീയ പതാകയുടെ നടുവിലുള്ള ആ ഒരു അശോക ചക്രം, ഇതൊക്കെ ഓർത്തിരിക്കുക. ദേശീയ മുദ്ര എന്ന് പറയുന്നതിനകത്ത് അത് ദേശീയ മുദ്ര പറയുമ്പോഴേ ഒരു കാര്യം ഓർത്തോണം, ദേശീയ മുദ്രയിലുള്ള മൃഗങ്ങളുടെ പേര് നിങ്ങൾ ഓർത്തിരുന്നോണം കേട്ടോ. ഏതൊക്കെയാ? കുതിര, കാള, സിംഹം, ആന. കുതിര, കാള, സിംഹം, ആന. ഇതിനകത്ത് മാറ്റി പലപ്പോഴും ദേശീയ മുദ്ര അശോക സ്തംഭല്ലേ? അതെ അതെ, ദേശീയ മുദ്ര അശോക സ്തംഭം. ഈ അശോക ചക്രം, അശോക സ്തംഭം, അശോക സ്തംഭത്തിലെ അല്ലെങ്കിൽ ഈ ദേശീയ മുദ്രയില് കാണപ്പെടുന്ന മൃഗങ്ങൾ, അത് ഓപ്ഷൻ തന്ന് തെറ്റിച്ചിട്ടുണ്ട് പലതവണ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഓപ്ഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കുതിര, കാള, സിംഹം, ആന എന്നിങ്ങനെ 4 മൃഗങ്ങൾ ആണ് ഉള്ളത്. വേറെ ഏതെങ്കിലും മൃഗങ്ങളുടെ പേരൊക്കെ തന്നാൽ നിങ്ങൾ അത് ദേവി ഇത് എന്ത് ചെയ്യരുത്, എഴുതരുത്. നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയതിനു ശേഷം മാത്രം ആൻസർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓർത്തിരിക്കുക. നമ്മുടെ കറൻസികൾ, നമ്മുടെ നോട്ടുകളും നമ്മുടെ നാണയങ്ങളിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്ന നമ്മുടെ ദേശീയ മുദ്രയാണ്. പിന്നെ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാ? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹമോ 1924-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ. ഇനി നമുക്ക് ദേശീയ ഗാനം നമ്മൾ പറഞ്ഞു. ദേശീയ ഗാനം നിങ്ങൾക്ക് ഗുരുവായൂർ സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും ഒക്കെ അടുക്കെ നടന്ന സമരങ്ങളാണ്. 1932-31 കാലഘട്ടത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന 1924-25. ഇത് രണ്ടും ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, ഒന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ പൊതുവഴി ജനങ്ങൾക്കായി തുറന്നു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് ജാതിവർഗ ഭേദമില്ലാതെ എല്ലാവർക്കും അമ്പലത്തിൽ പ്രവേശിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സത്യാഗ്രഹ സമരമാണ്. ഇനി നോക്കട്ടെ, എന്റെ ഫോണിന്റെ ചാർജും തീരാറ്. ദേശീയ ഗാനമുണ്ട്, നമ്മുടെ കറൻസി ഉണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ പറയണം. എന്നാൽ അതും കൂടെ ഉള്ളൂ. അതും കൂടെ ആകുമ്പോഴത്തേനും ആ പാഠവും തീരും. അങ്ങനെ 2 പാഠങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് സംസ്ഥാനം, ഓരോ സംസ്ഥാനം, അതിന്റെ തലസ്ഥാനം, അവിടുത്തെ കലാരൂപം, ഭാഷ, ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതാ പരീക്ഷയ്ക്ക് വരിക എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഏതൊരെണ്ണം ആണെങ്കിലും ഒരു സംസ്ഥാനം പഠിച്ചാൽ അതിന്റെ തലസ്ഥാനവും നിങ്ങൾ പഠിച്ചു വെക്കുക. രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ്, രാഷ്ട്രശില്പി നെഹ്റുവാണ്, ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ഉരുക്കു വനിത സരോജിനി നായിഡു. ഝാൻസി റാണി ഒന്നും അല്ല, ഇന്ദിരാഗാന്ധി. പറഞ്ഞിട്ടുണ്ട്. അതിന് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ആരാ?
അരുണ ആസിഫലി. അത് നിങ്ങൾ ഓരോരുത്തരും ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് പിന്നെ അതുപോലെ പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റോയ്, മൈസൂർ കടുവ ടിപ്പു സുൽത്താന്, കേരള സിംഹം പഴശ്ശിരാജ, ബംഗാൾ ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക് തുടങ്ങിയ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ കുണ്ടറ വിളംബരം, അത് കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം നെഹ്റു ആണ് പാസാക്കിയത്. ജാലിയൻ വാലാബാഗിന് നേതൃത്വം നൽകിയത് ജനറൽ ഡയർ ആണ്. ഗുരുവായൂർ സത്യാഗ്രഹ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ സമരമായിരുന്നു. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് കൂടാതെ ഇന്ത്യയുടെ 8 സംസ്ഥാനങ്ങള്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങള്, അവയുടെ ആസ്ഥാനം, തലസ്ഥാനം അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. ഭാഷ, അവിടുത്തെ ലാംഗ്വേജ്, പിന്നെ അതുകൂടാതെ അവിടുത്തെ നൃത്ത രൂപങ്ങളും ഒക്കെ പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ ശ്രേഷ്ഠ ഭാഷകള്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ പാഠത്തില് വരുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇനി കുറെ നമുക്ക് ഇതിനായിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ വർക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉണ്ട്. അപ്പൊ നിങ്ങൾ 6 മണി തൊട്ട് 7:30 വരെ ആയപ്പോ തന്നെ നിങ്ങൾ ബോറടിച്ച് കാണും. 2 മണിക്കൂർ കേട്ടിരിക്കുമല്ലോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്തിയാലോ? എന്ത് പറയുന്നു? അവരങ്ങനെ പലതും പറയും. വൈദ ടീച്ചർ എപ്പോഴായിരുന്നു ഉറക്കം തൂങ്ങുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുക. മക്കളെ, ടീച്ചർ രാവിലെ മുതൽ ക്ലാസ് എടുത്ത് കുഴഞ്ഞു വന്ന് സ്കൂളിൽ നിങ്ങളെ പോലെയുള്ള നല്ല അടക്കമൊതുക്കമുള്ള പിള്ളേരാണല്ലോ, അറിയാമല്ലോ നമ്മുടെ ക്ലാസ് റൂം. അവരെ പോലുള്ളവരെ രാവിലെ മുതൽ വൈകിട്ട് വരെ വന്നിരുന്ന് ക്ലാസ് എടുത്തിട്ട് ടീച്ചർ നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് വന്നിരിക്കുക. അപ്പൊ 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കേട്ടോണ്ടിരുന്നാൽ മതി, കഥ കേട്ടോണ്ടിരുന്നാൽ മതി. പക്ഷേ ടീച്ചറിനെ സംബന്ധിച്ച് അത്രയും സ്ട്രെയിൻ ചെയ്യുന്നത് മോശമല്ലയോ? നമുക്ക് വേറെ ദിവസം വീണ്ടും ടീച്ചറിനെ വിളിക്കാം. വരുമോ വൈദ ടീച്ചറെ? ഒരു ദിവസം കൂടെ വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാറേ. ഇതിന്റെ കണ്ടിന്യൂഷൻ 2 യൂണിറ്റും കൂടെ പിന്നെ ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് കൊടുക്കാം. വേറെ ദിവസം നമുക്ക് പോരെയോ? ഇന്നെല്ലാരും നല്ല മിടുക്കന്മാരും മിടുക്കികളും ആയിരുന്നു, ഇല്ലയോ? വൈദ ടീച്ചറെ ഇവരെ ശല്യമൊന്നും ചെയ്തില്ലല്ലോ? ഇല്ല, വലിയ ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചിലരിടയ്ക്ക് എന്തോ അങ്ങോട്ട് ഇങ്ങനെ ചെറിയ കോൺവെർസേഷൻ മെസ്സേജ് വഴി ഉണ്ടായിരുന്നു, ചാറ്റ് ബോക്സ്. അതുകൂടെ അങ്ങ് നിർത്തിയാലോ? ഓക്കെയാണ്. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് പിരിയാം. ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത വൈദ ടീച്ചറെ നേരത്തെ പരിചയപ്പെടുത്തിയതാണ്. ടീച്ചറിനെ ടീം അധ്യാപക കൂട്ടത്തിന്റെ പേരിലും ആ ടീച്ചറിനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നേരത്തെ ഓൺലൈൻ ക്ലാസ് ഒന്നും നിങ്ങൾ ആരും കണ്ടിട്ടില്ല, ഇല്ലേ? പഴയ ഓൺലൈൻ ക്ലാസ്സിലെ കുട്ടികളൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ. അന്ന് വിക്ടേഴ്സ് ചാനലില് ക്ലാസ് എടുത്തിട്ടുള്ള അധ്യാപികയാണ്, ഇല്ലേ വൈദ ടീച്ചറെ? 2020 21 ഇവരപ്പോ 1ാം ക്ലാസ്സിലാണ് ആയത്. അതെ, അന്ന് 4ാം ക്ലാസ്സിലെ പരിസര പഠനം തന്നെയായിരുന്നു ടീച്ചർ എടുത്തത്. അപ്പോ വൈദ ടീച്ചറിന് നിങ്ങൾ ഒപ്പം ടീം അധ്യാപക കൂട്ടത്തിന്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അപ്പോ നാളത്തെ ക്ലാസിന്റെ വിവരങ്ങൾ നമ്മളുടെ ഗ്രൂപ്പിൽ നൽകുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമായി പഠിക്കുക. നമുക്ക് ഈ ഒരു ടൈം നാളെ മുതൽ നോമ്പ് തുറക്കുന്നൊരു സമയം